നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് കർത്താവെ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു കുടുംബമായിട്ട് അവിടുത്തെ ശരീരത്തിലെ വിവിധ അവയവങ്ങളായിട്ട് കൂട്ടിയിണച്ച് വയ്ക്കുന്നവർക്ക് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ മധ്യത്തിലുള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ ഒരു പൂജ്യമായിട്ട് സീറോ ആയിട്ട് ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം, സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. അവിടുത്തെ ശബ്ദം തന്നെ ഞങ്ങൾക്ക് കേൾക്കണം കർത്താവേ. അതെ കർത്താവേ, ഏതൊരു പരിശുദ്ധാത്മാവിനാല് ഈ വെളിപാട് പുസ്തകം അവിടുന്ന് ഞങ്ങൾക്കായിട്ട് എഴുതി തന്നു. അതേ പരിശുദ്ധാത്മാവിനാല് കർത്താവെ അന്ന് കർത്താവെ അവിടെ വചനത്തിലെ ഊതിയ അതേ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഊതി കർത്താവെ ആ കാറ്റടിച്ച് ആ അഗ്നി ആളിക്കത്തി കർത്താവെ ഞങ്ങള് അങ്ങേക്ക് വേണ്ടി ജ്വലിക്കുന്നവരാകും തക്കവണ്ണം ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന് വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് അങ്ങനെ വെളിപാട് 17, 18 അത് ബാബിലോണിനെ കുറിച്ചുള്ള ദീർഘമായ ന്യായവിധിയെ കുറിച്ചുള്ള അധ്യായങ്ങള് 17, 18 അധ്യായങ്ങള് ഒരു തരത്തിൽ പറഞ്ഞാൽ ചാട്ടവാറയുടെ പ്രയോഗങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് ദേവാലയത്തെ ശുദ്ധമാക്കുന്നതിൽ ഇന്ന് 19 അധ്യായത്തിലേക്ക് വരുമ്പോ വളരെ സന്തോഷം. അവിടെ ആദ്യം ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം അവിടെ അതിന്റെ 6ാമത്തെ വാക്യം മുതലൊക്കെ കർത്താവിന്റെ കാന്ത തന്നെ ഒരുക്കിയതായിട്ടൊക്കെ അതിന്റെ 7ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ എന്ന് 6ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തെ ഏറ്റിരിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. 7ാമത്തെ വാക്യം, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ ഒരുക്കിയിരിക്കുന്നു. ആ കർത്താവിന്റെ കല്യാണം നമ്മുടെ ആത്മമണവാളനുമായിട്ടുള്ള ആ ഒരു കല്യാണം, അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ അത് ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങള്. ഇപ്പം 17, 18 അധ്യായങ്ങൾ ഹൃദയത്തിന് സന്തോഷം നൽകുന്നതാണോ എന്ന് ചോദിച്ചാൽ അതെ, തീർച്ചയായിട്ടും അതെ. എന്ന ദൈവത്തിന്റെ വചനമാണ്. എന്ന ചാട്ടവാറ എടുത്ത് അടിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം. എന്നാൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കർത്താവ് ആ ദേവാലയത്തെ ശുദ്ധ ചെയ്യുമ്പോൾ കർത്താവ് ചാട്ടവാറ എടുത്ത് അടിക്കുമ്പോൾ എന്തോ ഒരു സാഡിസ്റ്റിക് പ്രഷർ മാതിരി ഇവരെ ദേവാലയൊക്കെ ശുദ്ധമാക്കിയതെല്ലാം ടേബിളൊക്കെ മറിച്ചിടുമ്പോൾ കർത്താവിന് അതിൽ തന്നെ ഒരു ജഡത്തിലൊരു സന്തോഷത്തിലേ അല്ല കർത്താവ് ചെയ്തത്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രേരണയില് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയായിട്ട് ദൈവത്തിന്റെ വലിയ കാർക്കശ്യത്തോടെ എരിവോടെ കർത്താവ് അത് ചെയ്തു. അല്ലാതെ തന്റെ ജഡത്തിലെ ഇപ്പം ഇന്ന് തന്നെ ഈ ആത്മീയകുളത്തിലെ തിന്മകളെ കുറിച്ച് എടുത്തു പറയുന്ന ഒത്തിരി യൂട്യൂബ് ചാനലൊക്കെ പല അസഭ്യമായ ഭാഷകളും അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള ആകാത്ത വാക്കൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്നാണ് എഫേസ്യർ 4:29 നമ്മൾ വായിക്കുന്നത്. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ മാത്രമേ പുറപ്പെടാവുള്ളൂ എന്നാണ് കൊളോസ്യർ 4:6 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇന്ന് ആത്മീയകോളത്തിലെ തിന്മകൾ പറയുന്ന പല യൂട്യൂബ് ചാനലും ഒക്കെ അങ്ങ് വല്ലാതെ ഒരു ഗോസിപ്പും പരദൂഷണവും അവരൊക്കെ അതിന്റെ അതിർവരമ്പുകളൊക്കെ അങ്ങ് ലംഘിച്ച് അങ്ങ് വല്ലാതെ ലോകപ്രകാരമുള്ള പല തരത്തിലുള്ള ക്രിറ്റിസിസം കാര്യങ്ങൾ. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും ദേവാലയത്തെ ശുദ്ധമാക്കിയത് അങ്ങനെ ഒരു ജഡികമായ രീതിയിലായിരുന്നില്ല. മറിച്ച് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയിലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മള് കഴിഞ്ഞ 17, 18 അധ്യായങ്ങള് ബാബിലോണ് വ്യാജമായ ക്രിസ്തീയ മതത്തെക്കുറിച്ചും അതിൽ നിന്ന് ഉരുവായിട്ടുള്ള വ്യാജ ക്രിസ്തീയത, ഭക്തിയുടെ ഒരു വേഷം ധരിച്ച ശക്തി എന്തെന്നറിയാതെ കർത്താവിന്റെ പേര് പറഞ്ഞു. എന്നാൽ ലോകത്തിന് പിന്നാലെ പണത്തിനും മനുഷ്യമാനത്തിനും ജഡിക സുഖങ്ങൾക്കുമായിട്ട് പോകുന്ന ആ ഒരു വ്യാജമായ ക്രിസ്തീയ സംവിധാനം, അതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ ഘോരഘോരം പല ആഴ്ചകൾ നമ്മള് ചിന്തിച്ചപ്പോ അത് ഒന്നും അതിൽ തന്നെ നമുക്ക് ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. അത് അങ്ങനെയുള്ള ന്യായവിധി വരുന്നു. അത് തീർച്ചയായിട്ടും ന്യായവിധി നടക്കേണ്ടതാണ്. ആ ന്യായവിധി നടക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സന്തോഷിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ നമ്മള് വരുന്നത്. എന്നാൽ അവര് ന്യായവിധി നടത്താൻ ദൈവത്തിന് എന്തോ ഇഷ്ടമായിട്ട് ദൈവത്തിന് എങ്ങനെയെങ്കിലും അവരെയൊക്കെ പിടിച്ച് ഇപ്പൊ ചില ടീച്ചർമാരൊക്കെ പറയും, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരൊക്കെ ആരെങ്കിലും ഒരു സ്റ്റുഡന്റെങ്കിലും ഒരു ദിവസം ചീത്ത വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പണ്ട് ഞങ്ങളുടെ ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു മാഡം തമാശ രൂപേണയാണെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ചിലർക്കാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാല് അവർക്ക് അതൊക്കെ ശീലമായി പോയി എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല ഒരിക്കലും ദൈവം ന്യായം വിധിക്കുന്നത്. ദൈവത്തിന് ന്യായം വിധിക്കുന്ന കാര്യം അത് ദൈവത്തിന് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് കർത്താവ് ചെയ്യുന്നത്. ഇപ്പം സ്നേഹമുള്ള അപ്പനമ്മമാര്
കുഞ്ഞുങ്ങളെ അടിക്കുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അടിക്കും. എന്നാൽ അവർക്കത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അടിക്കുന്നത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവരത് അടിക്കത്തുള്ളൂ. ബാക്കി ഏതെല്ലാം റിസോർട്ട് എങ്ങനെങ്കിലും കുഞ്ഞിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. ഒരു നിവൃത്തിയില്ല, വീണ്ടും അനുസരണക്കേടാണെന്നുണ്ടെങ്കിൽ വടി കാണിക്കും, ഭീഷണിപ്പെടുത്തും, മുന്നറിയിപ്പ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു അടി അങ്ങ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അത് നിവൃത്തിയില്ലാതെ അതൊരു സന്തോഷത്തോടെ അവന് നല്ല അടി കിട്ടണം എന്ന് പറഞ്ഞൊരു സാഡിസ്റ്റിക് പ്രഷറിനായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല. മറിച്ച് അത് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരു കാര്യം. അപ്പൊ ദൈവപിതാവും ആ ഒരു ദൈവത്തിന്റെ ന്യായവിധി അതും നമ്മൾ 17-18 അധ്യായങ്ങളിലെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊരു ജഡികമായി ബാക്കിയുള്ളവരെ ന്യായം വിധിക്കുന്ന ഒരു രീതിയിലല്ല, മറിച്ച് അത് നമ്മൾ ആത്മീയമായിട്ട് വിവേചിക്കേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അന്യന്റെ ദാസനെ വിധിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, അതിന് ശ്രദ്ധയപ്പെട്ടോടൊക്കെ പറഞ്ഞതേ ഉള്ളെന്ന് ആ സഹോദരൻ പറഞ്ഞു. അപ്പൊ റോമർ 14 വാക്യമാണ്. അപ്പം നമുക്ക് ആ വാക്യം നോക്കാം. റോമർ 14 അധ്യായത്തില് നമ്മളിത് വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പല കാര്യങ്ങള് ആത്മീയമായിട്ടുള്ള തെറ്റായിട്ടുള്ള കീഴ്വഴക്കങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുകയാണോ അത് വിവേചിക്കുകയാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് അത് രണ്ട് ആത്മാവിലത് ചെയ്യാനൊക്കും. അത് വിധിക്കുന്ന ഒരു ആത്മാവിൽ ചെയ്യാനൊക്കും, വിധിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് അത് വിമർശിച്ച് അങ്ങനെ ലുക്ക് ഡൗൺ ഓപ്പോൺ ചെയ്ത് അങ്ങനെ ഒരു വിധിക്കുന്ന ഒരു ആത്മാവിൽ ചെയ്യാനൊക്കും. എന്നാൽ അതൊരു വിവേചനത്തോടെ തീക്ഷ്ണതയോടെ അത് ചെയ്യാനൊക്കും. അപ്പൊ അത് നമ്മൾ ഏതൊരു ആത്മാവില് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് നമ്മള് അതിന്റെ 10ാമത്തെ വാക്യം, റോമർ 14 10ാമത്തെ വാക്യം, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അതെ, അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവിടെ വിധിക്കുന്നതിനെ കുറിച്ച് 4ാമത്തെ വാക്യം, അതാ ഞാൻ പറയാൻ വന്നത്. ആക്ച്വലി റോമർ 14 4ാമത്തെ വാക്യം, മറ്റൊരുത്തിന്റെ ദാസനെ വിധിക്കുവാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അപ്പൊ നമ്മൾ ആരെയും വിധിക്കരുതെന്ന് മത്തായി 7-ാം അധ്യായത്തിന് 1ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ വിധിക്കരുത്, എങ്ങനെ വിധിക്കണമെന്ന് അതേ കർത്താവ് തന്നെ യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 24ാമത്തെ വാക്യത്തിൽ കർത്താവ് കൂടുതൽ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. വിധിക്കരുത്, വിധിക്കണം എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അത് ഏതാ? യോഹന്നാൻ 7:24. വിധിക്കരുത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ അന്യന്റെ ദാസനെ വിധിക്കരുത്. അപ്പൊ അത് എങ്ങനെ വിധിക്കരുതെന്ന എങ്ങനെ വിധിക്കണം എന്നാണ് കർത്താവ് യോഹന്നാൻ 7:24. അത് നമുക്ക് എല്ലാവർക്കും അത്ര പരിചയമുള്ള വാക്യമാണെന്ന് അറിയത്തില്ല. ഞാൻ പലപ്പോഴും ഒരുപാട് പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുള്ള വാക്യമാണ്. എങ്കിലും നമുക്കത് പരിചയിക്കേണ്ട വാക്യം. മത്തായി 7:1 പലർക്കും അറിയാം. ഗിരിപ്രഭാഷണത്തിലുള്ള വാക്യമാണ്, വിധിക്കരുത്. അയ്യോ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, അയ്യോ പരിശുദ്ധാത്മാവരെ പാപം ചെയ്തു പോകൂ, അങ്ങനെയൊക്കെ പറയോ, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. ഇന്ന് വിധിക്കരുതെന്ന് പറഞ്ഞ അതേ കർത്താവ് തന്നെ, കർത്താവിന്റെ കൽപ്പനയാണ് വിധിക്കണം. എങ്ങനെ വിധിക്കണമെന്നാ? നീതിയോട് വിധിക്കണം. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 24ാമത്തെ വാക്യം, കാഴ്ചപ്രകാരം വിധിക്കരുത്. കാഴ്ചപ്രകാരം വിധിക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 8ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അതിന്റെ 15ാമത്തെ വാക്യം, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു. അപ്പൊ ജഡപ്രകാരമുള്ള ഒരു വിധിയുണ്ട്. എന്നുവെച്ചാൽ ജഡികമായ ഒരു സന്തോഷം, ഇങ്ങനെ ഓരോരുത്തരെ ഓരോ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ കുറ്റം പറയുകയും അവരുടെ കുറവുകളും അവരുടെ ഇല്ലായ്മകൾ അവരെ അങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഡിഫമേഷൻ മാതിരി, അതുപോലെ മറ്റൊരാളെ അങ്ങനെ തുലിരിച്ച് കാണിക്കുന്നതിലുള്ള ഒരു സന്തോഷം മാതിരി, അങ്ങനെയൊക്കെയുള്ള ഒരു പരദൂഷണ ചാനലുകൾ തന്നെ ഒത്തിരി ഉണ്ടെന്നാ തോന്നുന്നു യൂട്യൂബിൽ. ഇതുപോലെ തന്നെ പരദൂഷണ ചാനലുകളായിട്ട്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളായിട്ട്. എന്നാൽ അത് ജഡപ്രകാരമുള്ള ഒരു വിധിക്കുന്നതാണ്. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നത്, യോഹന്നാൻ 8:15 പറയുക, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ആരെയും അങ്ങനെ വിധിക്കുന്നില്ല, ജഡപ്രകാരം വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും, 16ാമത്തെ വാക്യം യോഹന്നാൻ 8:16 പറയുന്നത്, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്റെ അയച്ച പിതാവും കൂടെ ആകിയാൽ എന്റെ വിധി സത്യമാകുന്നു. അപ്പം കർത്താവ് നീതിയോടാണ് വിധിക്കുന്നത്. നമ്മൾ അത് യോഹന്നാൻ 7:24 കമ്പയർ ചെയ്യുമ്പം, നിങ്ങൾ കാഴ്ചപ്രകാരം വിധിക്കുന്നു. യോഹന്നാൻ 7:24 കാഴ്ചപ്രകാരം വിധിക്കരുത്. കാഴ്ചപ്രകാരം വിധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു, കാഴ്ചപ്രകാരം വിധിക്കുന്നു. ജഡപ്രകാരം വിധിക്കുക എന്ന് പറഞ്ഞാലും ജഡികമായിട്ട് വിധിക്കുന്നു. നമ്മുടെ സ്വയത്തിൽ നിന്ന് തന്നെ നമ്മളായിട്ട് തന്നെ അങ്ങ് വിധിക്കുന്നു. നമ്മളായിട്ട് തന്നെ അതങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ നീതിയുള്ള വിധി വിധിക്കുവിൻ. അവിടെ കർത്താവിന്റെ ഒരു കമാൻഡ്മെന്റ് ആണ്.
നമ്മളത് ആ നീതിയോടെ നമ്മൾ വിധിച്ചില്ല എന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നില്ല. അപ്പൊ നീതിയോട് എങ്ങനെ വിധിക്കുന്നത്? കർത്താവ് ഇങ്ങനെ നീതിയോട് വിധിച്ചതെന്ന് പറയുന്നത് നമ്മൾ യോഹന്നാൻ 8:16 വായിച്ചു, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകിയാൽ എന്റെ വിധി സത്യമാകുന്നു. അപ്പം ഞാൻ സ്വയമായിട്ട് ഏകനായിട്ട് അങ്ങ് വിധിക്കുവാണെങ്കിൽ അത് കാഴ്ചപ്രകാരം ജഡപ്രകാരമുള്ളൊരു വിധിയാണ്. എന്നാൽ ഞാന് കർത്താവിന്റെ കൂടെ ആണ് ആ കാര്യങ്ങളെ കാണുന്നത്. നീതിയോട് വിധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏകനല്ല, എന്റെ കർത്താവ് നമ്മളുടെ ആത്മാവില് ദൈവം തരുന്ന ആ ഒരു വിവേചനം, നമ്മളുടെ സ്നേഹം എല്ലാ വിവേകത്തിലും വളരണമെന്നാണ് ഫിലിപ്പിയർ 1:9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയർ 1:9 നമ്മളിങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിനും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് I pray that your love may abound still more and more in real knowledge and in all discernment. സകല വിവേകത്തിലും ഓൾ ഡിസേൺമെന്റിൽ വേണം നമ്മളെ സ്നേഹം. നമ്മളെല്ലാവരും ഇപ്പം ആകാത്ത വേലക്കാരായിട്ടുള്ള യേശുവിന്റെ പേരില് പല തരത്തിലുള്ള ഇതുപോലെ ഒരു ബിസിനസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊരു വരുമാന മാർഗമാക്കി തീർക്കുന്ന ക്രിസ്തീയ വേലയെ ഒരു വരുമാന മാർഗമാക്കി തീർക്കുന്ന തരത്തിലുള്ള ആൾക്കാർക്കെതിരെയൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അതിനെതിരെ പറയുന്നത് എന്ന് വെച്ചാൽ അവര് അങ്ങനെ അങ്ങ് പോയാൽ അവർ മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ അവരുടെ നിത്യതയിൽ അവർക്കത് വലിയ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവര് അവര് രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇനിയിപ്പോ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷകന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവർ നഷ്ടപ്പെട്ടു പോകുന്ന ആ തലത്തിലേക്ക് അവർ പോയില്ലെങ്കിൽ പോലും അവര് ദൈവത്തിന് മുമ്പാകെ ഒരു ദിവസം കണക്ക് കൊടുക്കുമ്പോൾ എല്ലാം കത്തിയിരിഞ്ഞ് കഷ്ടിച്ചങ്ങ് പോകുന്ന ഒരു വല്ലാത്തൊരു നഷ്ടത്തോടെ ആയിരിക്കും അവർ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ പറയണം. നമ്മളായിട്ട് സ്വയമായിട്ട് പറയുന്ന ആ ഒരു ജഡപ്രകാരമുള്ള കാഴ്ചപ്രകാരമുള്ള വിധിയായി പോകരുത്. എന്നാൽ അങ്ങനെ മറ്റുള്ളവരുടെ ദാസനെ വിധിക്കരുത്. പക്ഷെ നമ്മള് വിവേചനത്തോടെ ഞാൻ ഏകനല്ല, പിതാവ് എന്റെ കൂടെ ഉണ്ട്, ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിൽ ദൈവം നമുക്ക് തരുന്ന ആ ഒരു സകല വിവേകത്തിലും ആ ഒരു ഓൾ ഡിസേൺമെന്റ്, ആ ഒരു നീതിയുള്ള ഒരു വിധിയില് ഇത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ള കാര്യമല്ല. അപ്പം അതിനെതിരെ നമ്മൾ തീർച്ചയായിട്ടും ശക്തിയോടെ സംസാരിക്കുക തന്നെ വേണം. അത് നമ്മൾ തുറന്നു കാട്ടുകയും വേണം. അത് തുറന്നു കാട്ടുന്നത് നമ്മളുടെ കൂടെ ഉള്ളവർ വഞ്ചിക്കപ്പെടാതിരിക്കാനും അതും ഇതും എല്ലാം ഒന്നാണ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന്, പിന്നെ അത് മാത്രമല്ല അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിൻപറ്റുന്നവരാരെങ്കിലും ഈ കാര്യങ്ങളെ കേട്ട് അവർക്കൊരു ബോധം ഉദിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ എഫേസർ 5 ഇങ്ങനൊരു എഫേസർ 5:11 ദൈവത്തിന്റെ ഒരു കൽപ്പന ഇങ്ങനെയാണ്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അപ്പൊ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ, ഞാൻ കൂട്ടാളിയൊന്നും ആവുന്നില്ല, പക്ഷെ ഞാനിങ്ങനെ മാറിയെന്ന് ഞാൻ മിണ്ടാതെ ഇരുന്നോളാം, അങ്ങനെയല്ല, ഞാൻ അതിനെ ശാസിക്കണം. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഈവൻ എക്സ്പോസ് ദം എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. എലൈക്കോ എന്നുള്ളൊരു വാക്ക്, കണ്ടിറ്റ്, റെഫ്യൂട്ട്, കറക്റ്റ്, റിപ്രൂവ് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമുള്ള ഒരു വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ്, എഫേസർ 5:11, ബട്ട് ഇൻസ്റ്റെഡ് ഈവൻ എക്സ്പോസ് ദം. നമ്മൾ അങ്ങനെയൊക്കെയുള്ള വീട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്കെതിരെ അത് എല്ലാവർക്കും ഒരേപോലുള്ള വിളിയായിരിക്കത്തില്ല. അത് വചനം അതുപോലെ ഷെയർ ചെയ്യാനുള്ള ഒരു വിളിയുള്ള ഒരാൾക്ക് നമ്മളത് ദൈവം തരുന്ന ബേർഡൻ അനുസരിച്ച് അതിനെ നമ്മൾ തുറന്നു കാട്ടുക എത്രേ വേണ്ടതെന്നുള്ളൊരു കാര്യമാണ് നമ്മള് എഫേസർ 5:11 യോഹന്നാൻ 8:15-16 7:24 എല്ലാം നമ്മൾ കണ്ടത്. അപ്പൊ നമ്മള് അന്യന്റെ ദാസിനെ ഒരു കാഴ്ചപ്രകാരം ജഡപ്രകാരം വിളിച്ചു കൊള്ളരുത് എന്ന ഇത് ദൈവത്തിന്റെ, നിങ്ങൾ ഏതൊരു ആത്മാവിനെയും വിശ്വസിക്കരുത്, അത് ദൈവത്തിൽ നിന്നുള്ളത് എന്ന് പരിശോധിക്കുമെന്ന് 1 യോഹന്നാൻ 4:1 വാക്യത്തിൽ, പ്രിയമുള്ളവരെ, 1 യോഹന്നാൻ 4:1 പ്രിയമുള്ളവരെ, കള്ളപ്രവചനങ്ങൾ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക, എന്ത് ചെയ്യണം? എല്ലാ ആത്മാവിനെയും അങ്ങ് വിശ്വസിച്ചു എന്നാണോ? അല്ല, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവരെ ശോധന ചെയ്യണം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാൻ യേശുക്രിസ്തു ജഡത്തിൽ വന്നു സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുക്രിസ്തു ജഡത്തിൽ നിന്ന് സ്വീകരിക്കുന്ന, യേശു കർത്താവ് ജഡത്തിൽ വന്നപ്പോൾ, യേശു കർത്താവ് ഒരു മനുഷ്യനായിട്ട് വന്നപ്പോൾ എങ്ങനെയായിരിക്കും കർത്താവ് ശുശ്രൂഷ ചെയ്തത്? കർത്താവ് എങ്ങനെ ശുശ്രൂഷ ചെയ്തത്? കർത്താവ് എങ്ങനെ പ്രസംഗിച്ചത്? കർത്താവ് എന്താ വചനമോ പറഞ്ഞത്? അത് സ്വീകരിക്കുന്ന ഒരു ആത്മാവ്, ആ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആത്മാവാണോ, ഇത് മറ്റൊരു യേശുവിനെ കാണിക്കുന്ന ഒരു ആത്മാവാണോ? അപ്പൊ ഇതേ പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവന്റെ ദാസനെ വിധിക്കരുതെന്ന് പറഞ്ഞ അതേ പൗലോസ് അപ്പോസ്തലൻ തന്നെ നമുക്കറിയാം 2 കൊരിന്ത്യർ 11 അതിന്റെ 13 വാക്യത്തില്
എന്താ നമ്മൾ വായിക്കുന്നത് അവിടെ? ആ 11-ാം അധ്യായം മൊത്തം തന്നെ വായിച്ചാൽ നമുക്ക് അറിയാം. അവിടെ 11-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞെന്ന് തോന്നുന്നു. 2 Corinthians 11:4 മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ് എന്നൊക്കെ പറഞ്ഞ് 2 Corinthians 11:4 ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വാക്യം, എന്നെ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാനും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവര് അവര് വലിയ കുഴപ്പമൊന്നുമില്ല, അവര് യേശു എന്നല്ലേ പറയുന്നേ, അപ്പൊ അവര് അങ്ങനെയൊക്കെ അതും ഇതുമൊക്കെ ശരി തന്നെ എന്ന് വളരെ ഒരു അഴകുഴമ്പൻ രീതിയിലല്ലേ പൗലോസ് പറഞ്ഞേ. എന്താ പറഞ്ഞേ? 2 Corinthians 11-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യം നമ്മളുടെ എല്ലാവരുടെയും ബൈബിളിൽ ഉണ്ടല്ലോ. അതെന്താ അവിടെ എഴുതിയേക്കുന്നത്? ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ, അത് ആശ്ചര്യവുമല്ല എന്ന് വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വളരെ ചാട്ടാറെടുത്തുകൊണ്ട് തന്നെ അവര് ഫോൾസ് അപ്പോസ്റ്റൽ, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, സാഗ്ബറിന്റെ ഭാഷയിൽ പറഞ്ഞ ഹംബക്സ് എന്നൊക്കെ പറയും. ഈ ഹംബക്സിന്റെ അർത്ഥമൊക്കെ പിന്നീട് സാഗ്ബറിൽ കേട്ടിട്ട് ഞാൻ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചെന്ന് നോക്ക്, ഡിക്ഷണറി നോക്കുന്നതൊക്കെ ചില വളരെ ചില സ്ട്രോങ് വേർഡ്സ്. അവര് ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, ഡിസ്ഗൈസിങ് ദംസെൽസ്. ഇന്ന് എത്രയോ പേര് നമുക്കറിയാം. ഇപ്പം തന്നെ യൂട്യൂബ് തുറന്നു നോക്കിയാൽ എല്ലാവരും അപ്പോസ്റ്റലനാന്നാ പറയുന്നത്. ഓരോരുത്തർ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഓരോ അവരുടെ ബിസിനസ് കേന്ദ്രങ്ങൾ മാതിരി പല കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അവരിൽ അപ്പോസ്റ്റലാണെന്നാ പറയുന്നത്. ക്രിസ്തുവിന് അപ്പോസ്റ്റലന്മാരുടെ വേഷം ധരിക്കുന്നവരത്ര, അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വിളിച്ചു പോകുന്ന വേഷം ധരിക്കുന്നല്ലോ, അപ്പം പിന്നെ ഇവര് അപ്പോസ്റ്റലിന്റെ വേഷം ധരിക്കുന്നവരാണ് ഇത്ര അത്ഭുതം എന്നുള്ള കാര്യം അവിടെ പൗലോസ് അപ്പോസ്റ്റലൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 15-ാമത്തെ വാക്യം, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾ ഒത്തതായിരിക്കും എന്നുള്ള കാര്യമൊക്കെ വളരെ വളരെ കോൺഫിഡന്റ് ആയിട്ട് പൗലോസ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴോട്ട് വായിച്ചാൽ പൗലോസ് എന്തുകൊണ്ടാണ് ഈ കൊരിന്ത്യരിലൊക്കെ ഈ മറ്റ് ആകാത്ത വേലക്കാരെ കുറിച്ച് ഇത്രയധികം വാദോരാതെ സംസാരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാല്, കൊരിന്ത്യർ വിശ്വാസികൾ അത്ര ശൈശവ ദശയിലുള്ളവരായിരുന്നു. അവർക്ക് വലിയ വിവേചനം ഒന്നും ഇല്ലായിരുന്നു. അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകുന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്റെ ആത്മീയ മക്കളെ അതുപോലെ പഥ്യോപദേശത്തില് നടത്തേണ്ടതായിട്ടുള്ള വലിയൊരു ഭാരത്തോട് ഉത്തരവാദിത്വത്തോടെ എന്താണ് യഥാർത്ഥത്തോട് സുവിശേഷം, എന്തല്ല സുവിശേഷം എന്നുള്ള കാര്യമൊക്കെ വീണ്ടും വീണ്ടും അത് അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് പൗലോസിന് വീണ്ടും വീണ്ടും ഘോരഘോരം സംസാരിക്കേണ്ടതായിട്ട് വന്നതായിട്ട് നമ്മൾ കൊരിന്ത്യർ ലേഖനങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ചപ്പം വെളിപാട് 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പം 17-18 അധ്യായങ്ങളിൽ ആ ഒരു ബാബിലോൺ എന്നുള്ള ആ ഒരു വ്യാജ ക്രിസ്തീയതയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. അതിന്റെ മതപരമായ വ്യവസ്ഥിതിയും വാണിജ്യ വ്യവസ്ഥിതിയൊക്കെ 17-18 അധ്യായങ്ങളിൽ അതിന്റെ ന്യായവിധി, അതിന്റെ ഒരു വീഴ്ച ഉണ്ടായിരിക്കും. അത് എങ്ങനെയായിരിക്കും അത് വീഴുന്നത്? വലിയ വലിയ മണിമാളികളുള്ള വലിയ വലിയ കത്തീഡ്രലും കാര്യങ്ങളും ഒക്കെ പണിതിട്ടേക്കുന്നത് പെട്ടെന്ന് എല്ലാം കൂടെ തവിടുകൂടി ആവുമോ അല്ല ബോംബിട്ടോ എന്തോന്നും നമുക്ക് അറിയത്തില്ല. ഏതായാലും ഒരു വീഴ്ച ഉണ്ടാവും. അത് കർത്താവ് രണ്ടാമത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അർമഗദോൻ യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ബാബിലോണിന്റെ ന്യായവിധി ഇതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവിന്റെ കാന്തയായിട്ട് ഒരുക്കപ്പെടുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാമല്ലോ. നമുക്ക് ആ 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ജേക്കബ് ഇപ്പം അന്തിമ വിജയം പുസ്തകം 1-2 വാക്യങ്ങൾ അതിന്റെ അന്തിമ വിജയം പുസ്തകത്തിൽ നിന്ന് വായിക്കൂ. അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ അജ്ബേർ ഇപ്പൊ അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുമല്ലോ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളതാണ്. ഹല്ലേലൂയ ഒരു അത്ഭുതകരമായ വാക്കാണ്. അർത്ഥം ദൈവത്തിന് മഹത്വം. പുതിയ നിയമത്തിൽ 4 ഭാഗത്ത് മാത്രമേ ഈ വാക്ക് കാണുന്നുള്ളൂ. ഇവ 4ഉം വെളിപാട് 19-ന്റെ 1 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങളിൽ ആണ്. ബാബിലോൺ എന്ന വേശ്യ വിധിക്കപ്പെട്ടപ്പോഴാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ ഹല്ലേലൂയ നാം കേൾക്കുന്നത് എന്ന് ശ്രദ്ധേയമല്ലേ? നാം അതിനെ ഹല്ലേലൂയ എന്ന് ഘോഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴും ബാബിലോണിൽ തന്നെ ഇരിക്കുന്ന കരിസ്മാറ്റിക്കുകാർക്ക് ഈ കാര്യത്തിൽ ഹല്ലേലൂയ പറയാൻ കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം ബാബിലോണിന്റെ ക്ഷുദ്രപ്രവൃത്തിയുടെ മാന്ത്രിക വശീകരണം
അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ വാക്യത്തിന്റെ മറ്റൊരു തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വിഷലിപ്തമാക്കിയ ബാബിലോൺ എന്നാണ്. ഒരു ഗ്ലാസ് പാലിനെ മരണകരമാക്കുവാൻ 1 or 2 തുള്ളി വിഷത്തിന് കഴിയും. ക്രിസ്തീയ വിശ്വാസത്തെ ബാബിലോൺ ഇങ്ങനെയാണ് ദുഷിപ്പിക്കുന്നത്. സത്യത്തോട് മനുഷ്യന്റെ പാരമ്പര്യം എന്ന വിഷം കലർത്തുക. ഇപ്പോൾ ഇതാ ദൈവം തന്റെ ദാസന്മാരുടെ രക്തത്തിന് അവളോട് പ്രതികാരം ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു. അനന്തരം ആഫ്റ്റർ ദീസ് തിങ്സ്, അപ്പൊ ഈ ബാബിലോണിന്റെ ന്യായവിധിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വർഗത്തിൽ യോഹനൻ അപ്പോസ്തലൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. ഐ ഹേർഡ് സംതിങ് ലൈക്ക് എ ലൗഡ് വോയിസ് ഓഫ് എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഇൻ ഹെവൻ. അവരെല്ലാം കൂടെ സ്വർഗത്തിന്റെ വലിയൊരു ആരവം, സ്വർഗത്തിലെ ദൂതന്മാരും സ്വർഗീയ സൈന്യങ്ങളെല്ലാം കൂടെ ചേർന്നുള്ള വലിയൊരു ഘോഷം കേൾക്കുവാണ്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ എന്നുള്ള ഒരു പദം നമ്മളിപ്പോ കേട്ടതുപോലെ വെളിപാട് പുസ്തകത്തില് അത് പുതിയ നിയമത്തില് 4 തവണയെ ആ ഒരു ഹല്ലേലൂയ എന്നുള്ള പദം വരുന്നുള്ളൂ. നമ്മള് അതൊരു എബ്രായ പദമാണ് ആക്ച്വലി ഹല്ലേലൂയ എന്നുള്ള പദം. എന്നാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അത് ഗ്രീക്കിലും ഹല്ലേലൂയ എന്ന് തന്നെ അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാ പരിഭാഷകളിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണും. നമ്മൾ പഴയ നിയമത്തില് സങ്കീർത്തനങ്ങളിലൊക്കെ പ്രൈസ് ടു ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്നുള്ള അർത്ഥത്തിൽ ഹല്ലേലൂയ എന്നുള്ള വാക്ക് ഒരുപാട് തവണ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തില് ഈ ഹല്ലേലൂയ എന്നുള്ള വാക്ക് 4 തവണയെ പുതിയ നിയമത്തിലുള്ളൂ. അത് 4 തവണയും ഈ വെളിപാട് 19 അധ്യായത്തിൽ 4 തവണയും അത് വെളിപാട് 19 അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളിലാണ്. അപ്പൊ ഹലേൽ എന്നുള്ള വാക്ക്, ഹലേൽ എന്ന് പറഞ്ഞ ടു പ്രൈസ്, സ്തുതിക്കുക എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. ഹലേൽ അല്ലെങ്കിൽ ടു, എന്ന് പറഞ്ഞ ഹലേലു യ, എന്ന് പറഞ്ഞ ടു, ദൈവത്തിന് എന്നുള്ള ആ ഒരു പ്രൊപ്പോസിഷൻ. യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്നുള്ളത് ഹലേലു. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുകയാണെങ്കിൽ ഹലേലൂജ, ജെ എന്ന് പറയുന്ന ഹലേലൂജ എന്ന് പറഞ്ഞ ജ എന്ന് പറഞ്ഞാൽ അത് യഹോവയെ കുറിക്കുന്ന ജഹോവ എന്നുള്ള ആ ഒരു വാക്കാ. അപ്പൊ അത് പ്രൈസ് ടു ദ ലോർഡ്, പ്രൈസ് ടു ജഹോവ, പ്രൈസ് ടു യഹോവ എന്നുള്ള ഒരു വാക്കാ ആ ഒരു വാക്കിനർത്ഥം. അപ്പോ അത് എപ്പോഴാ ഹല്ലേലൂയ പറയുന്നത് ചോദിക്കുമ്പോ അത് ഈ ബാബിലോണിന്റെ ന്യായവിധിയില്ല. ഇന്ന് കരിസ്മാറ്റിക്കുകാരും പെന്തക്കോസ്ത് തന്നെ അനേകരും ഒക്കെ ആ ഒരു ബാബിലോണി സമ്പ്രദായത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് അവർ ഒത്തിരി ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നവരാണ്. നമ്മൾ അവരെ വിധിക്കുകയല്ല. എന്നാൽ എല്ലാത്തിനും എന്ത് പറഞ്ഞാലും അതൊരു ജാതികൾക്കൊരു കളിയാക്കുന്ന തരത്തിലുള്ള ഒരു രീതി ആകത്തക്ക വണ്ണം ആ കാര്യത്തെ മീനിങ്ലെസ് റെപ്പിറ്റീഷൻ എന്ന് കർത്താവ് അവിടെ മത്തായി 6-ാം അധ്യായത്തില് മീനിങ്ലെസ് റെപ്പിറ്റീഷൻ എന്നുള്ളൊരു വാക്ക് കർത്താവ് ഉപയോഗിക്കും. നമുക്കറിയാം, അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ അത് ആകരുത് എന്നുള്ളൊരു കാര്യം. അതായത് ഇന്ന് അക്രൈസ്തവരായ പലരും അവരുടെ നാമജപങ്ങളൊക്കെ ഇത്ര സഹസ്രനാമങ്ങളുണ്ട്, 1000 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത ദൈവം അങ്ങ് പ്രസാദിക്കുന്നുള്ള ഒരു അർത്ഥത്തിൽ അങ്ങനെ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരുടെ ഓരോ ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് അതുപോലെ തന്നെ ഈ കൊന്തയൊക്കെ അവരിങ്ങനെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗസ്നായ പിതാവേ ഞങ്ങള് അവിടുത്തെ രാജ്യം വരണോ, അവിടുത്തെ ഒറ്റ ശ്വാസത്തില് എല്ലാം പോഴ്ച ആമീൻ എന്ന് പറഞ്ഞ് ഒറ്റ ശ്വാസത്തിൽ എന്താ പറഞ്ഞത് പോലും അറിയാതെ ഇതുപോലെ ഈ കർത്തൃ പ്രാർത്ഥനയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് കർത്താവ് അവിടെ മത്തായി 6-ാം അധ്യായത്തില് നിങ്ങൾ അങ്ങനെ ജാതികളെ പോലെ ആവരുത്. മത്തായി 6-ന്റെ 7-ാമത്തെ വാക്യം, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം എന്നുള്ള വാക്ക് ഇംഗ്ലീഷില് മീനിങ്ലെസ് റെപ്പിറ്റീഷൻ. നമ്മൾ മീൻ ചെയ്യാതെ, ചിലപ്പോൾ ആ വാക്കിന് അർത്ഥം ഉണ്ടായിരിക്കും, എന്നാൽ ആ വാക്കിന്റെ അർത്ഥം ഒന്നും ചിന്തിക്കാതെ വെറുതെ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ അത് ചിലർക്ക് ഈ സാഗ്വറിന് പറയുന്ന ഒരു തമാശ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആരോ ബ്രദറിനോട് ചോദിച്ചു, വേറെ എല്ലാ പ്രസംഗരും, സാധാരണ ക്രിസ്തീയ പ്രസംഗരൊക്കെ ഈ പ്രസംഗത്തിലൊക്കെ ഇടയ്ക്ക് സ്തോത്ര ഹല്ലേലൂയ എന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയുമല്ലോ, ബ്രദർ എന്താ അങ്ങനെയൊന്നും പറയാത്തെന്ന് ചോദിച്ചപ്പം ബ്രദർ പറഞ്ഞ്, എനിക്ക് പറയാൻ ഒത്തിരി കണ്ടന്റ് ഉണ്ട്, 1 മണിക്കൂർ തന്നെ തികയത്തില്ല പറയാന്. അപ്പൊ ഇത് ഇടയ്ക്ക് മറ്റേ ഈ കണ്ടന്റ് ഒന്നും ഇല്ലാതെ പറയാന് വല്ലാതെ
കാമ്പോ അതിന്റെ കണ്ടന്റൊന്നും ഇല്ലാത്ത ആൾക്കാർ ആ ഗ്യാപ്പ് തയ്ക്കാൻ വേണ്ടി അവര് സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പൊ എനിക്ക് കാര്യങ്ങൾ ഒത്തിരി പറയാനുള്ളത് കൊണ്ട് ഈ 1 മണിക്കൂറിന്റെ സെഷൻ 1 മണിക്കൂർ തന്നെ പറഞ്ഞു തികയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും വെറുതെ മീനിങ്ലെസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ലെന്ന് വേറെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അർത്ഥശൂന്യമായ ഒരു റെപ്പറ്റീഷൻ ആയിട്ട് ഇനം അത് ജാതികളുടെ ഇടയിൽ തന്നെ ഒരു പരിഹാസ വിഷയമാകത്തക്ക വണ്ണം ആ വാക്ക് പലരും അങ്ങ് ഉപയോഗിച്ച് ഹലലി 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 അങ്ങനെ ഒത്തിരി തവണ അങ്ങ് പറയുമ്പോൾ നാവങ്ങ് കുഴഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഏറെ പറയും, അപ്പൊ അത് അന്യഭാഷയാണെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു അർത്ഥശൂന്യമായ പഠിപ്പീലുകളും അതുപോലെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രിസ്ത്യ ലോകത്ത് തന്നെ പലയിടത്തും ഈ അന്യഭാഷ പറയാൻ തന്നെ ട്രെയിൻ ചെയ്യുന്ന അതുപോലെയൊക്കെയുള്ള സംരംഭങ്ങളുള്ളതായിട്ടൊക്കെ കേൾവിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജാതികൾ അതാ നമ്മളിപ്പം 7-ാമത്തെ വാക്യം മത്തായി 6:7 പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നു. ഒരുപാട് നേരം അങ്ങ് പ്രാർത്ഥിച്ച ഒത്തിരി നേരം ഇത്ര തവണ ഞാൻ അതങ്ങ് ഉരുവിട്ട ദൈവം അങ്ങ് പ്രസാദിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. അതിപ്പോ നമ്മള് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ ബാലിന്റെ പ്രവാചകരുടെ പ്രാർത്ഥനയും ഏലിയാവിന്റെ പ്രാർത്ഥനയും നമ്മൾ അത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ കണ്ടു. ബാലിന്റെ പ്രവാചകന്മാര് 450 പേരുണ്ടോ, അവര് തീ വരുത്താൻ വേണ്ടി അവിടെ ആൾക്കാരുടെ ചുറ്റും കിടന്ന് തുള്ളിയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് പലരും ഈ ക്രിസ്തീയ ഗോളത്തിലും ക്രിസ്തീയ എന്ന് പറയുന്ന ആ ഗോളത്തിലും ഒക്കെ എന്താ കുറെ പരിശുദ്ധാത്മാവിനെ വരുത്താൻ വേണ്ടി പലരും കിടന്ന് തുള്ളുവും ചാടുവും അങ്ങനെയൊക്കെയുള്ള ഇത് ഒരുപ്പത്തേക്ക് ആത്മാവ് വന്നു, തീ വന്നു, അത് വന്നു, ഇത് വന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ഓരോ പല കോപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ക്രിസ്തീയ ഗോളത്തില് പ്രചാരം നേടിയിരിക്കുന്ന പല സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചതേ ഉള്ളൂ. അവരാണെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ ഇരുന്ന് തുള്ളുക. എന്തുവാ ഒന്നും അത് കഴിഞ്ഞിട്ട് അതാ നമ്മള് അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങൾ കണ്ടു. എലിയാവ് കാര്യങ്ങൾ പറയുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് മോർണിംഗ് അൻറ്റിൽ നൂൺ 26-ാമത്തെ വാക്യം, അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഉരുക്കി ബാലിയെ ഉത്തരമരുളമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചു. അവരങ്ങ് ഒത്തിരി തവണ അങ്ങ് വിളിച്ച ബാലു വന്നങ്ങ് കാര്യങ്ങൾ നടത്തുന്ന അവരുടെ വിചാരം. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഉറക്കെ വിളിച്ചുകൊള്ളാൻ 27-ാമത്തെ വാക്യത്തിൽ എലിയാവ് പരിഹസിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഉറക്കെ സ്തുതിച്ച് കൈയടിച്ച് ഉറക്കെ അങ്ങ് സ്തുതിച്ച വലിയ ഉച്ചത്തിൽ അടിച്ച് സ്തുതിച്ച ദൈവത്തിന് അങ്ങ് മഹത്വം കൂടുതൽ കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അവര് വീണ്ടും തങ്ങളെയൊക്കെ കുത്തി കുന്തം കൊണ്ട് കുത്തി എന്നൊക്കെയാ വായിക്കുന്നത്. 28-ാമത്തെ വാക്യത്തിൽ അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ട് കുന്തം കൊണ്ട് തങ്ങളതിന് മുറിവേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം തുള്ളിക്കൊണ്ട് നടന്നു എന്നാ വായിക്കുന്നത്. എവിടാ ഞാൻ പറയുന്നില്ല, 26-ാമത്തെ വാക്യത്തിൽ അവസാനം ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ലീപ്ഡ് അബൌട്ട് ഓൾട്ടോ വിസ് ദേ മെയ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു വികാര പരവേശത്തില് കാര്യങ്ങൾ വരുമ്പോ അവർക്ക് കുറെ കഴിയുമ്പോൾ ടയർഡായിട്ടിരിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നുമായിരിക്കും. അപ്പൊ ആത്മാവിൽ ആരാധിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വല്ല അതൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ആരാധന. നമ്മൾ എന്തുകൊണ്ടാ അങ്ങനെയുള്ള അതിനോട് യോജിക്കാത്തത്, എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അത് ഈ ബാലിന്റെ പ്രവാചകന്മാർ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള പല കസർത്തുകളാണ് ഇന്ന് ക്രിസ്ത്യ എന്ന് പറയുന്ന കാര്യത്തിലുള്ള പല സ്ഥാപനങ്ങളിലും സമ്പ്രദായങ്ങളിലും ഒക്കെ നടപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള തുള്ളിച്ചാടലും കാര്യങ്ങളും ഒക്കെ. കർത്താവും ശിഷ്യന്മാരെ എവിടെങ്കിലും തുള്ളിച്ചാടിയതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. കർത്താവ് തുള്ളിച്ചാടാൻ പറയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നിങ്ങളെ കുറിച്ച് എല്ലാവരും കളവായിട്ട് പറയുകയും സിനിമ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ മീറ്റിംഗിൽ വന്ന് തുള്ളിച്ചാടുന്ന കാര്യമല്ല പറയുന്നത്. ലൂക്കോസ് 6:23 ഹൈ ജമ്പ് വേഴ്സ്. എന്താ എപ്പോഴാണ് നമ്മൾ തുള്ളിച്ചാടേണ്ടത്? ലൂക്കോസ് 6:23 ബി ഗ്ലാഡ് ഇൻ ദാറ്റ് ഡേ. 23-ാമത്തെ വാക്യം, ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം. എപ്പോഴാണ് തുള്ളേണ്ടത്? 22-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ അവരങ്ങനെ തള്ളുമ്പോൾ നിങ്ങൾ തുള്ളണം. അതാ പറയുന്നത്. പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ എന്നുള്ളൊരു കാര്യം പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ആത്മാവിലുള്ള സന്തോഷം കൊണ്ടൊരു തുള്ളിച്ചാട്ടമാണ് അവിടെ വേണ്ടത്. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ തുള്ളണമെന്നല്ല ഞാൻ പറയുന്നത്, എന്നല്ല അവിടെയും പറയുന്നത്. എന്നാൽ ആ ഒരു മറ്റുള്ളവര് കർത്താവിനെ പോയി നമ്മളെ പകയ്ക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളണം എന്ന് പറയുന്നത്. അപ്പൊ അല്ലാതെയുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ കീബോർഡിന്റെ സൗണ്ട് കൂട്ടി ട്രംപും ബീറ്റും അതൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തുള്ളലും ഹല്ലേലൂയയും ഒക്കെ ദൈവത്തിന്റെ കണ്ണില് ചിലമ്പുന്ന ചെങ്ങിലയും മുഴങ്ങുന്ന കൈത്താളവും എന്നൊക്കെ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അതൊക്കെ ദൈവത്തിന് വളരെ അസഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പോലും അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചെന്ന് ഇരിക്കാൻ പറ്റത്തില്ല, സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ
നമ്മൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച ഹല്ലേലൂയ എന്നുള്ള ആ ഒരു വാക്ക് നമ്മളവിടെ കാണുന്നുണ്ട്. അത് എത്ര നമ്മള് പലപ്പോഴും പാട്ടിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് അത് പാടുമ്പോൾ പോലും ഞാൻ പലപ്പോഴും നമ്മുടെ കോൺഗ്രിഗേഷനോട് പറയാറുണ്ട് ഹല്ലേലൂയ എന്ന് ഓരോ തവണ പാടുമ്പോൾ കർത്താവേ അത് അങ്ങേക്ക് സ്തോത്രം എന്ന് അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ഹല്ലേലൂയ എന്നുള്ള വാക്ക് പറയാൻ ഇന്ന് അത് നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് അർത്ഥമാക്കിക്കൊണ്ട് പറയാൻ തക്കവണ്ണം കർത്താവിനോടുള്ള ആ ഒരു പാട്ടായിട്ട് കർത്താവിനോടുള്ള ഒരു സ്തോത്രമായിട്ട് ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളും ജാതികളും തമ്മിൽ എന്താ വ്യത്യാസം, അല്ലെങ്കിൽ ബാബിലോണിയ സമ്പ്രദായത്തിലുള്ളവർ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം, അവര് ഹൃദയം കൊണ്ട് എന്നെ അകന്നിരിക്കുന്നു എന്നാൽ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു എന്നൊക്കെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് മർക്കോസ് 7-ാം അധ്യായത്തിലും മത്തായി 13-ാം അധ്യായത്തിലും മർക്കോസ് 7-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അത് യേശയ്യാവിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയാ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുണ്ട് എന്നാൽ ഹൃദയം കൊണ്ട് അധരം കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹൃദയം കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലല്ല, മറിച്ച് എന്തൊക്കെയോ അങ്ങനെ ഒരു ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു ഇതില് അങ്ങനെ പോകുന്നൊരു കാര്യം. അപ്പൊ അത് ഹല്ലേലൂയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ അല്ലെങ്കിൽ കറപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പോയിസൺ ചെയ്ത എന്നുള്ള ഒരു കറപ്റ്റ് തൈറ എന്ന് പറഞ്ഞൊരു വാക്ക്, ഗ്രീക്ക് വാക്ക്, കറപ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രോയ്, ഭൂമിയെ തന്നെ അങ്ങ് ഈ ആത്മീയ വേശ്യാവൃത്തി കൊണ്ട്, അതായത് പണത്തിന് പിന്നാലെ, മനുഷ്യമാനത്തിന് പിന്നാലെ, ജടിക സുഖങ്ങൾക്ക് പിന്നാലെ, യേശുവിന്റെ പേരും പറഞ്ഞ് ഈ കാര്യത്തിന്റെ പിന്നാലെ, ലോകത്തിന്റെ പിന്നാലെ പോകുന്ന ആത്മീയ വേശ്യാവൃത്തി കൊണ്ട് ഈ ബാബിലോൺ എന്ന തന്റെ വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ അങ്ങ് വഷളാക്കി. ഭൂമിയെ തന്നെ, ഭൂമിയിലുള്ള ജനത്തെ വഷളാക്കി ആ മഹാവേശ്യക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകയുണ്ട്. ആർക്കേ പ്രതികാരം ചെയ്യാൻ അധികാരമുള്ളൂ? പഴയ നിയമത്തിൽ ഭക്തന്മാരും പ്രതികാരം ചെയ്യാൻ വേണ്ടി ഹാബേലിന്റെ രക്തം സംസാരിച്ചു. എന്നാൽ പുതിയ നിയമ ഭക്തന്മാര് സ്തെഫാനോസ് എന്താ പറഞ്ഞേ? കർത്താവ് ക്രൂശി പറഞ്ഞതുപോലെ പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ, ആ പാപമൊക്കെ നിർത്തരുതേ എന്നുള്ള കാര്യമാണ് യേശുവിനെ കണ്ട സ്തെഫാനോസ് പറയുന്നതായിട്ട് നമ്മളവിടെ അപ്പോസ്തലപ്രവൃത്തികളുടെ 7-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാല് പ്രതികാരം യഹോവയ്ക്കുള്ളത്, കർത്താവിനുള്ളതെന്ന് നമ്മൾ റോമർ 12-ാം അധ്യായത്തില് അത് അതിന്റെ 20, 19, 20 വാക്യങ്ങളിലൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. വെഞ്ചൻസ് ബിലോങ്സ് ടു ദ ലോർഡ്, വെഞ്ചൻസ് ഇസ് മൈൻ എന്ന പ്രതികാരം കർത്താവിനുള്ളതെന്നുള്ളത് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രതികാരം കർത്താവിന് മാത്രമേ പ്രതികാരം ചെയ്യാനുള്ള അധികാരമുള്ളൂ. നമ്മൾ ആരും പ്രതികാരം ചെയ്യുന്നില്ല. എന്നാൽ ദൈവം ആ പ്രതികാരം ചെയ്യുമ്പോൾ, ദൈവം നീതിയോട് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹല്ലേലൂയ പറയണം. അതാ സ്വർഗത്തിന്റെ ശബ്ദം, അതാണ് ഹല്ലേലൂയ. രക്ഷയും അവിടെ എല്ലാം ദൈവത്തിനുള്ളത്. രക്ഷ, സാൽവേഷൻ, രക്ഷയുടെ തുടക്കവും ഒടുക്കവും, അത് രക്ഷയിൽ നമ്മളെ പൂർണ്ണപ്പെടുത്തുന്നതെല്ലാം നമ്മളുടെ ആത്മാവിന്റെ ദേഹത്തിന്റെ രക്ഷയെല്ലാം കർത്താവിനുള്ളതാണ്, കർത്താവിന്റെ ജോലിയാണ്. നമ്മൾ അതിനങ്ങ് കോപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മളങ്ങ് സഹകരിച്ച് കർത്താവിനെ ഈൽഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രക്ഷ കർത്താവിനുള്ളതാ. പിന്നെന്താ? മഹത്വം അത് കർത്താവ് ആർക്കും കൊടുക്കത്തില്ല, യാതൊരു വിഗ്രഹങ്ങൾക്കും കൊടുക്കുകയില്ല. തന്റെ മഹത്വം നമ്മൾ യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ മഹത്വം എന്നുള്ള അർത്ഥം, മഹത്വം എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ മഹത്വം എന്നുള്ള വാക്ക്? ദൈവത്തിന് മാത്രം ഡിസേർവ് ചെയ്യുന്ന, ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ദൈവം എന്നുള്ളൊരു മഹത്വം, ആ ഒരു ക്രെഡിറ്റ് ആൻഡ് മജസ്റ്റി, ആ ഒരു ദൈവം എന്നുള്ള ആ ഒരു ദൈവമഹത്വം, അത് ദൈവത്തിന് മാത്രമുള്ളത്. എന്നാൽ ആ മഹത്വം അല്ലെങ്കിൽ തേജസ് അല്ലെങ്കിൽ ആ ഡോക്സ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം ദിവ്യ സ്വഭാവത്തെ, കർത്താവിന്റെ സ്വഭാവത്തെ കുറിക്കുന്നതായിട്ട് നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ യോഹന്നാൻ 1:14 കൃപയും സത്യവും നിറഞ്ഞവനായി ദൈവ തേജസ്സിനെ കുറിച്ച്, ദൈവ തേജസ് അവന്റെ മേലെ കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങള് യേശുവിനെ കണ്ടതായിട്ട് യോഹന്നാൻ 1:14 വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ്, ആ കൃപയും സത്യവും നിറഞ്ഞ ആ ഒരു കർത്താവിന്റെ തേജസ്, കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ സ്വഭാവം, ആ ഒരു അർത്ഥത്തിലുള്ള തേജസ്, കർത്താവ് നമുക്ക് ആ തേജസ്, ആ മഹത്വം തന്നിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? ആ മഹത്വം, ആ ഒരു തേജസ്, യോഹന്നാൻ 17:22, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എന്താ? ആ മഹത്വം എന്ന് പറഞ്ഞാല് ആ ദൈവത്തിന്റെ ജീവൻ, ആ ദൈവത്തിന്റെ തേജസ്, അത് കർത്താവ് സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ നമുക്ക് തന്നിരിക്കുന്നു ഓൾറെഡി. എഫേസ്യർ 1:3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം, അത് നമ്മൾ ഇന്ന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് വിശ്വാസത്താല് ആ തേജസ് നമ്മളുടേതാക്കി തീർക്കണം. എന്നുവെച്ചാൽ നമ്മളെ ഓരോ പ്രലോഭനത്തിന്റെയും പ്രതിസന്ധികളുടെയൊക്കെ ഘട്ടത്തിൽ
എല്ലായ്പ്പോഴും നമ്മൾ തന്നെ ദൈവം ഭാഗത്ത് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നമ്മളിലൊന്നും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു തേജസ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ സുവിശേഷ ഘോഷണത്തിൽ നമ്മൾ വിളിച്ചിരിക്കുന്നതെന്ന് 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ തേജസ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്ന് ദൈവത്തിന് മാത്രം അർഹിക്കുന്ന ആ ഒരു മെജസ്റ്റി എന്നുള്ള ഒരു അർത്ഥത്തിൽ ദൈവത്തിന്റെ മാത്രമുള്ള ആ ഒരു ദൈവമഹത്വം, ദൈവം എന്നുള്ള ആ ഒരു ദൈവം എന്ന ആ ഒരു മഹത്വം അത് കർത്താവിനുള്ളത്. രക്ഷയും മഹത്വവും ശക്തിയും, എല്ലാ ശക്തിയും ആർക്കാ ഉള്ളത്? യഥാർത്ഥത്തിലുള്ള ആത്മീയ ശക്തി എല്ലാം കർത്താവിനുള്ളത്. നമ്മളുടെ ശക്തിയിൽ കർത്താവ് ചെയ്യാൻ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവിന് എല്ലാ ശക്തിയും ഉള്ളത്. കർത്താവിനെ ശക്തിപ്പെടുത്തണം, എങ്കിലും എനിക്ക് എന്തും ചെയ്യാനുള്ള ശക്തി, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയായവനാണെന്ന ഫിലിപ്പിയർ 4:13 നമ്മൾ വായിക്കുന്നത്. പിന്നെ വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കി അല്ലെങ്കിൽ പോയിസൺ ചെയ്ത ഒരു ഡ്രോപ്പ് ഓഫ് പോയിസൺ മതി ഇത് മൊത്തം വഷളാക്കി തീർക്കാൻ എന്നൊക്കെ നമ്മളിപ്പം അന്ത്യവിജയം പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. അപ്പൊ അതുകൊണ്ട് അത് ആ ബാബിലോണിന്റെ ഒരു ഡ്രോപ്പ് പോലും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ നമ്മുടെ കുടുംബജീവിതത്തിലോ തൊഴിൽ ജീവിതത്തിലോ സഭാ ജീവിതത്തിലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ എത്രയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഭൂമിയെ പോയിസൺ ചെയ്ത് വിഷലിപ്തമാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ മോശമായി പോയെന്നാണ് പറയുന്നത്. ഇല്ല, ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. ന്യായവിധി കുറച്ച് കടുത്തയായിപ്പോ, എന്നാൽ ഇത്രയും വേണ്ടായിരുന്നു, ഇത്രയും വലിയ വീഴ്ചയൊക്കെ വേണ്ടായിരുന്നു എന്ന് സ്വർഗീയ മനസ്സുള്ളവർ പറയത്തില്ല. മറിച്ച് എന്താ പറയും? അത് സത്യവും നീതിയുള്ള ദൈവം ഏറ്റവും റൈച്ചസ് ആയിട്ട്, ഏറ്റവും അർഹിക്കുന്ന ഉരുളക്കുപ്പേരി മാതിരി ടിറ്റ് ഫോർ ടാറ്റ് ആയിട്ട് കർത്താവ് കൊടുത്തിരിക്കുക. ദേ ഡിസേർവ് ദാറ്റ്, അവളത് അർഹിക്കുന്നു എന്നൊക്കെ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ അത് കണ്ടായിരുന്നല്ലോ. വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തില് അത് ഒരു ദൂതൻ തന്നെ പറയുന്നതായിട്ട് ഷീ ഡിസേർവ്സ്, ഷീ ഈസ് വേർതി ഓഫ് ദാറ്റ് എന്ന് നമ്മള് വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു, അതിന് അവർ യോഗ്യർ തന്നെ, ദേ ഡിസേർവ് ഇറ്റ് എന്നുള്ളൊരു കാര്യം. ദേ ഡിസേർവ് ടു ബി ഡിസീവ്ഡ് എന്ന് സാങ്ക്വയർ പറഞ്ഞതുപോലെ. എന്ന് വെച്ചാൽ വചനം ഉണ്ടായിട്ടും വചനപ്രകാരമല്ലാത്ത പല നേതാക്കന്മാരുടെ മുമ്പാകെ, മത നേതാക്കന്മാരുടെ മുമ്പാകെ വായും പൊളിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ ദേ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്. അവര് വഞ്ചിക്കപ്പെടാനും അർഹതയുള്ളവരാ. അവര് അവരുടെ മാതൃഭാഷയിൽ വചനം അവരുടെ കയ്യിലുണ്ടായിട്ട് ആ വചനം വായിച്ചു നോക്കാനോ അത് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹവും ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ അന്ധന്മാരുടെ പിന്നാലെ അന്ധന്മാര് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡിസേർവ് ടു ബി ഡിസീവ്ഡ്. അപ്പം അങ്ങനെയുള്ളവരുടെ ആ ഒരു ന്യായവിധി എങ്ങനെയുള്ളതാ? സത്യവും നീതിയും ഉള്ളവ എന്നുള്ള കാര്യം നമ്മളിപ്പം വായിച്ച് അതിന്റെ 3-ാമത്തെ വാക്യം ഇപ്പം ജഗദർ ഇപ്പം വായിക്കുകയും അതിന്റെ എക്സ്പ്ലനേഷനും അന്ത്യവിജയം പുസ്തകത്തിൽ നിന്ന് ഇപ്പം വായിക്കുമല്ലോ. അജ്ബേർ ഇപ്പൊ അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 3, അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അവർ 2 വട്ടവും അതേ കാരണത്തിന് ഹല്ലേലൂയ എന്ന് ഉദ്ഘോഷിച്ചു. വേശ്യ ന്യായം വിധിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത്. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ട്. ലൂക്കോസ് 15:10. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വിശ്വാസി സാത്താനെ ജയിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ട്. വെളിപ്പാട് 12-11 വാക്യങ്ങൾ. ഇതും നമുക്ക് മനസ്സിലാകും. എന്നാൽ സ്വർഗമേ വിശുദ്ധന്മാരെ ദൈവം ബാബിലോൺ എന്ന വേശ്യയോട് പ്രതികാരം നടത്തിയതുകൊണ്ട് ആനന്ദിപ്പിൻ. വെളിപ്പാട് 18:20 എന്ന വാക്യത്തെ കുറിച്ച് എന്തു പറയുന്നു? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലായിട്ടില്ല. ബാബിലോണിന്റെ മേലുള്ള ന്യായവിധിക്ക് മിക്ക ആളുകളിൽ നിന്നും സാത്താൻ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ബാബിലോണിനെ തുറന്നു കാട്ടുമ്പോൾ അവളുടെ ക്ഷുദ്രവും വഞ്ചനയും ഏവർക്കും കാണത്തക്കവണ്ണം പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, അവളെ ഒരിക്കലായി എന്നേക്കും ന്യായം വിധിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നു എന്നത് നാം വ്യക്തമായി കണ്ടിരിക്കണം. ആ സന്തോഷം നാം ഇപ്പോഴേ കാണുകയും ദൈവം ഒരു നാളിൽ അധപതിച്ച സമ്പ്രദായത്തെ മുഴുവനായി ന്യായം വിധിക്കുമല്ലോ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം എന്ന് പറയുകയും വേണം.
ആളുകളെ വഞ്ചിക്കുകയും ക്രിസ്തുവിന്റെ നാമത്തെ അപമാനിക്കുകയും ചെയ്യുന്നതാണ് ഈ സംവിധാനം. യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനോ കുരിശെടുപ്പാനോ ഇതിന് അശേഷം താല്പര്യമില്ല. ലോകത്തിൽ ഒരു നല്ല സമയം ഉണ്ടായിരിക്കണം. ഇവിടെ മഹത്വം നേടണം. ക്രിസ്തുവിന്റെ പേരിൽ പണം സമ്പാദിക്കണം. ഇത് മാത്രമാണ് ഇവരുടെ താല്പര്യം. കർത്താവേ, നിന്റെ നാമത്തിൽ നടക്കുന്ന ഈ അസംബന്ധങ്ങളെല്ലാം പകിട്ടേറിയ വേഷങ്ങളും സ്വർണ കുരിശുകളും കീടങ്ങളും സദ്യകളും ആഘോഷങ്ങളും എല്ലാം വേഗത്തിൽ ഇല്ലാതാകുമല്ലോ. ഹല്ലേലൂയ. അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു. ഇതാണ് സ്വർഗത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിൽ അല്പം നാം ഇപ്പോഴേ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ദൈവത്തോടും സ്വർഗനിവാസികളോടും നിങ്ങൾ ആത്മാവിൽ ഒന്നായിരിക്കുന്നുവെങ്കിൽ ബാബിലോണിന്റെ നാശത്തിൽ അവർക്കുള്ള സന്തോഷത്തിൽ നിങ്ങളും പങ്കുകാരനായിരിക്കും. ഇപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിച്ചു. ആൻഡ് സെക്കൻഡ് ടൈം ദേ സെഡ്, അവർ പിന്നെയും രണ്ടാമത് ഹല്ലേലൂയ പറയുക. അപ്പൊ 1-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ എന്നുള്ള വാക്ക് കണ്ടു. വീണ്ടും 3-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ. എന്തുകൊണ്ടാ? വീണ്ടും അതേ കാരണം കൊണ്ട് തന്നെ ഹല്ലേലൂയ പറയുക. അതേ ഹല്ലേലൂയ പറഞ്ഞ എന്തിനാ? ഈ ബാബിലോണിനെ ശിക്ഷിച്ചു, അതിന്റെ ന്യായവിധികളെ സത്യവും നീതിയുള്ളവ. ഇപ്പം പറയുക അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു. വിധിച്ചു എന്ന് മാത്രമല്ല, പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിട്ട് പിന്നെ അതെല്ലാം അടച്ചു വെച്ച് ദൈവം പോയിന്നില്ല. ഇതിന്റെ പുക എന്നേക്കുമായിട്ട്, എന്നേക്കുമായിട്ടുള്ള ഒരു ശിക്ഷാവിധി, അതിന്റെ ആ ഒരു തിക്തഫലം, അതിന്റെ ആ ഒരു ന്യായവിധി, ദൈവക്രോധം, ഹർ സ്മോക്ക് റൈസസ് അപ്പ് ഫോർ എവർ ആൻഡ് എവർ, എന്നേക്കും അത് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. നമ്മള് ഇപ്പൊ അത് അതിഭോജന പുസ്തകത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവർക്ക് മനസ്സിലാവുന്ന മലയാളത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ കേട്ടു. എന്താ നമ്മൾ പറയുന്നത് അവിടെ? സ്വർഗത്തിൽ സന്തോഷിക്കുന്നതിനെ കുറിച്ചുള്ള 3 രംഗങ്ങള് നമ്മള് വചനത്തിൽ കാണുന്നു. ഒന്ന്, നമുക്കറിയാം ലൂക്കോസ് 15 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ട്. കർത്താവ് അവിടെ ഉപമകള് ആദ്യം കാണാതെ പോയ കുഞ്ഞാടിന്റെ ഉപമ പറയുന്നുണ്ട്, കാണാതെ പോയ ആ കോയിന്റെ ആ ഒരു നാണയത്തിന് ഉപമ പറയുന്നുണ്ട്. അവിടെ എല്ലാം സ്വർഗത്തിലെ വലിയ സന്തോഷം. പിന്നെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന മുടിയനായ പുത്രന്റെ കാര്യം പറയുമ്പോഴും ആ ഒരു പിതാവിന്റെ ഭവനത്തിലുള്ള വലിയ സന്തോഷം അവിടെ അവര് അതുപോലെ ആഘോഷിക്കുന്നതൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ഒരു പാപി മാനസാന്തരപ്പെടുമ്പം സന്തോഷിക്കുന്നു എന്ന് പറയാൻ നമുക്കത് മനസ്സിലാവും. അതെ, ഒരാള് രക്ഷയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ അതിന് പിന്മാറ്റത്തിൽ നിന്ന് അവന് യഥാർത്ഥത്തില് അവന് ഇനിയിപ്പം വലിയ പിന്മാറ്റം അല്ലെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ട് നമ്മുടെ മനോഭാവങ്ങളിലോ ചിന്തകളിലോ ലക്ഷ്യങ്ങളിലോ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഒക്കെ യേശുവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് ദൈവം നമുക്ക് വെളിച്ചം തരുമ്പോൾ നമ്മൾ കർത്താവേ, എന്നെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, എന്റെ പാപമാണ് കർത്താവ്, രക്തത്തിൽ കഴുകണം കർത്താവ്, ഇനി കർത്താവെ കൂടുതലായിട്ട് അങ്ങേപ്പോലെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ അത് വലിയ സന്തോഷവും അവിടെ സ്വർഗത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു മാനസാന്തരപ്പെടുന്ന പാപിയെ കുറിച്ചുള്ള സന്തോഷമുണ്ട്. ലൂക്കോസ് 15-ന്റെ 7-10 വാക്യങ്ങൾ. പിന്നെ നമ്മൾ ഇതേ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 11-12 വാക്യങ്ങൾ നമ്മളിപ്പം റെഫറൻസ് ആയിട്ട് വായിച്ചു. അവിടെയും സ്വർഗത്തിൽ വലിയ സന്തോഷത്തിന്റെ കാര്യം പറയുന്നത്. എവിടെ ഒരു വിശ്വാസി സാത്താനെ ജയിക്കുന്ന സന്ദർഭം അവിടെ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങള് അവർ, അതായത് ജയാളികൾ അവനെ, സാത്താനെ കുഞ്ഞാടിന് രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്വന്തം ജീവനെ അവർ മരണപര്യന്തം സ്നേഹിക്കാതെ അവര് കർത്താവിന്റെ രക്തത്താല് അവർക്ക് പാപക്ഷമയും നീതീകരണവും എല്ലാം കർത്താവിന്റെ രക്തത്താല് കിട്ടി. അവരുടെ സാക്ഷ്യവചന ഹേതുവായിട്ട് അവര് കർത്താവിനെ ജയിച്ചു. അവര് സാത്താനെതിരെയും ലോകത്തിനെതിരെയൊക്കെ സാക്ഷികളായിട്ട് അവരുടെ വാഗുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവര് സാക്ഷിച്ചു. അങ്ങനെ സാക്ഷ്യത്താൽ അവര് ജയിച്ചു. മരണപര്യന്തം അവർ ക്രൂശ് എടുത്തു. സ്വന്തം ജീവനെ സ്നേഹിച്ചിരുന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആകയാൽ എന്ത് ചെയ്യണം? ഒരു വിശ്വാസി സാത്താനെ, ലോകത്തെ, ജഡത്തെ ജയിക്കുമ്പോൾ ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കുവിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അവിടെ ഭൂമിക്കും കടലിലുള്ളവർക്കൊക്കെ, ഭൂമിക്കും കടലിനും ഒക്കെ അയ്യോ കഷ്ടം എന്ന് പറയുക. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നുള്ളവരെ ആനന്ദിക്കുകയും ആ ഒരു സ്വർഗത്തിലെ
വലിയൊരു ആനന്ദമാണ് പിശാചിനെ നാം ജയിക്കുമ്പോൾ. നമ്മള് ഒരു പരദൂഷണത്തെ ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോപത്തെ ജയിക്കുമ്പോൾ, ഒരു മോഹത്തെ ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആകുല ചിന്തയെ ജയിക്കുമ്പോൾ, നമ്മള് മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന് ജയിക്കുമ്പോൾ, ഒരു നിഗള ചിന്തയെ നമ്മൾ ജയിക്കുമ്പോൾ, ഒരു സ്വാർത്ഥതയെ നമ്മൾ ജയിക്കുമ്പോൾ ഒക്കെ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. അതുപോലെ നമ്മൾ അങ്ങനെ ഓരോ അവസരത്തിൽ നമ്മൾ പരദൂഷണത്തെ ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് എന്തിനാ പറയുന്നത്, അങ്ങനെ സാത്താനെ നമ്മൾ ജയിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. അപ്പം പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ട്, വിശ്വാസി സാത്താനെ ജയിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മളിപ്പോ എപ്പോഴാണ് സന്തോഷിക്കുന്നത്? ഈ ബാബിലോണിന്റെ ന്യായവിധിയിലും സ്വർഗത്തിൽ സന്തോഷമുണ്ട്. അതിപ്പോ നമ്മൾ വെളിപാട് 18-20 വാക്യത്തിൽ നമ്മളിപ്പോ അത് വായിച്ചു. വെളിപാട് 18-20 വാക്യം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വീണ്ടും വായിച്ചതാ. സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതെന്ന് അവളെ ചൊല്ലി ആനന്ദിക്കുവിൻ. ബാബിലോണിനെ ന്യായം വിധിച്ചത് ഓർത്ത് നിങ്ങൾ ആനന്ദിക്കുവിൻ, സന്തോഷിക്കും. അപ്പം മറ്റേതുപോലെ തന്നെ മറ്റേ രണ്ട് കാര്യങ്ങൾ, അതായത് വിശ്വാസി മനസാന്തരപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒരു പാപി മനസാന്തരപ്പെടുമ്പോഴും വിശ്വാസി സാത്താനെ ജയിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുന്നത് പോലെ, സ്വർഗീയ മനസ്സോടെ നമ്മൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്വർഗീയ മനസ്സുണ്ടെങ്കിൽ ബാബിലോണിന്റെ ന്യായവിധിയിൽ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും തീർച്ചയായിട്ടും. അതാ ഈ കർത്താവിന്റെ പേരും പറഞ്ഞ് എന്തെല്ലാം നോൺസെൻസ് അസംബന്ധങ്ങളൊക്കെ നടക്കുന്നത്, പകിട്ടേറിയ വേഷങ്ങള്, വലിയ ഫാൻസി ക്ലോത്ത്സും സ്വർണ്ണക്കുരിശും കിരീടങ്ങളും സദ്യകളും ആഘോഷങ്ങളും പെരുന്നാളുകളും, യേശുവിന്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഓരോ കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും വേഷങ്ങളും വേഷവിധാനങ്ങളും പ്രച്ഛന്ന വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ കർത്താവേ അവിടുത്തെ പേരില് എന്തൊക്കെ കാര്യങ്ങൾ യേശുവിനോടൊരു ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ കർത്താവിന്റെ പേരും പറഞ്ഞ ആൾക്കാർ ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഒരു അറുതി ഇപ്പൊ വന്നല്ലോ, ഇതിനെല്ലാം ഒരു അവസാനം വന്നല്ലോ, സ്തോത്രം, അതെല്ലാം അവിടെ ന്യായം വിധിച്ചല്ലോ എന്ന് നമുക്കൊരു സ്വർഗീയ മനസ്സുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് പറയും. ഇനി അതിന്റെ നാലാമത്തെ വാക്യം, അതെ, 4-ാമത്തെ വാക്യവും 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും ഒരുമിച്ച് അങ്ങ് വായിക്കാൻ തോന്നുന്നു. വെച്ചാൽ അത് 4-ാമത്തെ വാക്യത്തിന്റെ എക്സ്പ്രഷൻ കുറച്ചല്ലേ ഉള്ളൂ. വാക്യം 4, 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ്ടും നമസ്കരിച്ചു. 3-ാമത്തെ ഹല്ലേലൂയയും നേരത്തെ പറഞ്ഞ കാരണത്താൽ തന്നെയാണ്. വേശ്യ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താൽ 3 ഹല്ലേലൂയകൾ. ബാബിലോൺ നശിക്കപ്പെട്ടതിന് 3 ചിയേഴ്സ് എന്ന് വിളിക്കുന്നത് പോലെയാണ് ഇത്. വാക്യം 5 മുതൽ 7 വരെ. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ കാന്ത വിവാഹത്തിന് തയ്യാറായിരിക്കുന്നു എന്നതാണ് ഈ പ്രാവശ്യത്തെ ഹല്ലേലൂയയുടെയും സ്വർഗത്തിലെ സന്തോഷത്തിന്റെയും കാരണം. കർത്താവ് രാജത്വം ഏറ്റതിനാൽ കാന്ത ഭൂമിയിൽ സഹിച്ച എല്ലാ പീഡനങ്ങളെയും എതിർപ്പുകളെയും അവളുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയും അവളെ വിവാഹനാളിനായി സജ്ജയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കർത്താവല്ല കാന്തയെ ഒരുക്കുന്നത്, കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ വരവിനായിട്ട് നമ്മെ ഒരുക്കേണ്ടത് നാം തന്നെയാണ്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7 എന്ന കാര്യം മിക്ക വിശ്വാസികൾക്കും അറിയാം. എന്നാൽ അത് സത്യത്തിന്റെ ഒരു വശം മാത്രമാണ്. മറുവശം നാമും നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എന്നതാണ്. ഈ ബന്ധത്തിൽ 3 വാക്യങ്ങൾ പരിശോധിക്കുക. 1 യോഹന്നാൻ 3:3. അവൻ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവിടുന്ന് വരുമ്പോൾ നാമും ക്രിസ്തുവിനെ പോലെ ആകുന്നതിനെ കുറിച്ചാണ് ഇതിന്റെ
തലേ വാക്യം പറയുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ മടങ്ങുവരവിനെ കുറിച്ച് ഉള്ള പ്രത്യാശ ഹൃദയത്തിലുള്ളവരുടെ ഒരു ലക്ഷണം എന്താണ്? അവർ തങ്ങളെ തന്നെ നിരന്തരം ശുദ്ധീകരിക്കുന്നു. എന്നാണ് അവർ ഇത് നിവർത്തിക്കുന്നത്, നിർത്തുന്നത്? അവർ ക്രിസ്തുവിനെ പോലെ നിർമ്മലം ആയിരിക്കുമ്പോൾ മാത്രം. അതുകൊണ്ട് തിരുവെഴുത്തിൻ പ്രകാരം നമുക്ക് ഇക്കാര്യത്തെ ഇങ്ങനെ പറയാം: ക്രിസ്തുവിന് രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രത്യാശ ഇല്ലാത്തവരെ തിരിച്ചറിയാനുള്ള അടയാളം അവർ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ നിർമ്മലയുടെ നിലവാരത്തിന് ഒത്തവണ്ണം തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നില്ല എന്നതാണ്. രണ്ട് കൊരിന്ത്യർ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇവിടെ പരാമർശിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് 2 കൊരിന്ത്യർ 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളില്. വെളിപ്പാട് 18:4 എന്റെ ജനമേ അവളെ വിട്ടു പോരുവിൻ എന്ന പ്രബോധനത്തിന് തുല്യമാണ് ഇത്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് ഇവിടെയും വായിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ നിറവേറാനുള്ള വ്യവസ്ഥ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. എന്തിൽ നിന്നാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷത്തിൽ നിന്നും. ഇങ്ങനെയാണ് ക്രിസ്തുവിന്റെ കാന്ത തന്നെ തന്നെ ഒരുക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, എല്ലാ വിശ്വാസികൾക്കും തങ്ങൾ ക്രിസ്തുവിന്റെ കാന്തയാണെന്ന് അവകാശപ്പെടുവാൻ ആകയില്ല എന്നതാണ്. കാരണം അവരിൽ ഭൂരിപക്ഷം പേർക്കും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ഒരു താല്പര്യവും ഇല്ല. 2 തിമോഥെയോസ് 2:20-21 ഒരു വലിയ വീട്ടിൽ, അത് സഭയാണ്, പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ, ഇത് ജയാളികളാണ്. മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. നാം എല്ലാം ഹീനപാത്രങ്ങളായിട്ടാണ് തുടങ്ങിയത്. മാനസാന്തരപ്പെട്ടു, പക്ഷേ ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല. എന്നാൽ ഇവിടെ പറയുന്നത് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് മാനപാത്രം ആവാം എന്നാണ്. ശുദ്ധീകരിക്കപ്പെട്ട, പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട പൊൻപാത്രങ്ങളായി യജമാന് നമ്മെ സംബന്ധിച്ച് മനസ്സിലുള്ള നല്ല വേലയ്ക്ക് ഉപയോഗമുള്ള പാത്രങ്ങളായി മാറാം. നമ്മുടെ വിളിയെ നാം എത്രത്തോളം ഗൗരവമായി എടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഇത് എല്ലാം ഇരിക്കുന്നത്. കാന്ത തന്നെത്താൻ ഒരുക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മള് വെളിപാട് പുസ്തകം 19 അധ്യായത്തിന്റെ 4, 5, 6, 7 വാക്യങ്ങള് നമ്മൾ കണ്ടു. അതിന്റെ 4-ാമത്തെ വാക്യം 24 മൂപ്പന്മാരും 4 ജീവികളും. അപ്പൊ ആദ്യത്തെ 2 ഹല്ലേലൂയ 1-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടു. 3-ാമത്തെ ഹല്ലേലൂയ നമ്മള് ഇപ്പൊ കാണുക 4-ാമത്തെ വാക്യത്തില് 24 മൂപ്പന്മാരും. അപ്പം അവിടെ 1-ാമത്തെ വാക്യത്തില് സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന് മഹാഘോഷം പോലെ ഒരു ഹല്ലേലൂയ കേൾക്കുന്നു. പിന്നെയും ഹല്ലേലൂയ 3-ാമത്തെ വാക്യത്തിലും കേൾക്കുന്നു. പിന്നെ 24 മൂപ്പന്മാരും നമുക്കറിയാം, അത് സ്വർഗത്തിൽ ആരാധന ലീഡ് ചെയ്യുന്ന ഏഞ്ചലിക് ബീയിങ്സ്, സ്വർഗീയ ദൂതന്മാരാണെന്നുള്ള കാര്യം നമ്മളത് വെളിപാട് പുസ്തകം 4-ാം അധ്യായം മുതൽ നമ്മൾ ആ 24 മൂപ്പന്മാരെ നമ്മൾ കാണുന്നുണ്ട്. 24 മൂപ്പന്മാരും
നാല് ജീവികൾ അത് കെരൂബുകളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അത് വെളിപാട് 4-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. 24 മൂപ്പന്മാരും 4 ജീവികളും അവയാണ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മറ്റ് ദൂതന്മാരെ എല്ലാം നയിക്കുന്നതായിട്ട് വർഷിപ്പ് ലീഡേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. 24 മൂപ്പന്മാരും 4 ജീവികളും ആമീൻ ഹല്ലേലൂയ. ആമീൻ എന്നുള്ള വാക്കും ഹല്ലേലൂയ എന്നുള്ള വാക്കും എന്താ, അത് എബ്രായ ഭാഷയിലുള്ള വാക്കുകളാണ്. ആമീൻ എന്നുള്ള വാക്ക് അത് അങ്ങനെ തന്നെ ആവട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ, ഇറ്റ് ഷാൽ ബി സോ, അങ്ങനെ തന്നെ ആവും, അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു പദമായിട്ടാണ് നമ്മൾ ആമീൻ എന്നുള്ള വാക്ക് വായിക്കുന്നത്. അത് അതിന്റെ ആ ഒരു റൂട്ട് വേർഡ് അമൻ എന്നുള്ള ഒരു വാക്ക് വിശ്വസിക്കുക എന്നുള്ളൊരു അർത്ഥമായിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അതിന്റെ ഒരു റൂട്ട് വേർഡ് അതിന്റെ മീനിങ് യോഹന്നാൻ ഞാനത് എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കോട്ടെ. അമൻ എന്നുള്ള ഒരു എബ്രായ ഭാഷ, അമൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം എബ്രായ ഭാഷയിൽ ബിലീവ്, ഫെയ്ത്ത്ഫുൾ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ ആ ഒരു അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്ക് ആമേൻ. അപ്പം ഫേം, ഫെയ്ത്ത്ഫുൾ, ഷുവർലി, ട്രൂലി, സോ ബി ഇറ്റ്, മേ ഇറ്റ് ബി ഫുൾഫിൽഡ്, അങ്ങനെ തന്നെ ആവട്ടെ, ഇറ്റ് ഷാൽ ബി സോ എന്നുള്ള ആ ഒരു വാക്ക്. കർത്താവിന്റെ പേര് തന്നെ ആമേൻ എന്നുള്ളതായിട്ട് നമ്മൾ ഇവിടെ വായിക്കുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തില് ലബോദിക്ക സഭയുടെ മൂപ്പൻ എഴുതുമ്പോൾ 14-ാമത്തെ വാക്യം, വെളിപാട് 3:14 കർത്താവിന്റെ പേരായിട്ട് തന്നെ എന്താ നമ്മൾ വായിക്കുന്നേ? ലബോദിക്ക സഭ ദൂതൻ എഴുതിയ വിശ്വസ്തന സത്യവാന സാക്ഷിയായ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. കർത്താവിന്റെ പേരായിട്ട് തന്നെ ആമീൻ. കർത്താവിലെ എല്ലാ വാഗ്ദാനങ്ങളും അങ്ങനെ തന്നെ ആട്ടെ, അവനിൽ ആമീൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ 2 കൊരിന്ത്യർ 1:20 വാക്യത്തിൽ നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മൾ ആ വാക്യം കണ്ടതാ. കർത്താവിൽ എല്ലാ വാഗ്ദത്തങ്ങളും ആമീനാണ്, ഉവ്വ് എന്നാണ്, ആമീൻ എന്നാണ്. കർത്താവിലെല്ലാം ഉവ്വാണ്. അപ്പൊ നമ്മളുടെ ആമീനും കൂടെ ആവുമ്പോൾ അത് ദൈവത്തിന് മഹത്വപരമായിട്ട് തീരുന്ന കാര്യം നമ്മളിവിടെ 2 കൊരിന്ത്യർ 1:20 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആമീൻ, കർത്താവാണ് ഏറ്റവും വിശ്വസ്ത സാക്ഷിയായിട്ട് ഭൂമിയിലെ പിതാവിനെ വെളിപ്പെടുത്തിയത് കർത്താവാണ്. പിന്നെ കർത്താവിന്റെ വാഗ്ദാനങ്ങളും നിവർത്തിക്കുവാന് വിശ്വസ്തനാണ്. അങ്ങനെ വിശ്വസ്ത സാക്ഷിയായിട്ടുള്ള ഒരു കർത്താവ്, ആ കർത്താവ് കർത്താവിന്റെ പേര് തന്നെ ആമീൻ എന്നുള്ള കാര്യം നമ്മളിവിടെ വായിച്ചു. ഇവിടെ ആമീൻ ഈ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 24 മൂപ്പന്മാര് 4 ജീവികൾ ആമീൻ അങ്ങനെ തന്നെ ആവട്ടെ, അതായത് അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു, അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങ് പൊങ്ങട്ടെ, അങ്ങനെ എന്നേക്കും പുക ഉയരട്ടെ എന്ന് തന്നെ അവിടെ സ്വർഗീയ ദൂതസൗന്യം പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഒരു രംഗം നമ്മള് വചനത്തില് വെളിപാട് 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും എല്ലാം നമ്മൾ കാണുമ്പോൾ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന രംഗങ്ങൾ വരുമ്പോൾ അവർ വീണ് നമസ്കരിച്ചതായിട്ട് നമ്മള് എന്താ വായിച്ചേ, അതിന്റെ 4-ാമത്തെ വാക്യത്തില് ദി ഫെൽ ഡൗൺ ആൻഡ് വർഷിപ്പ് ഗോഡ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. ആ ഒരു വീണ് നമസ്കരിക്കുന്നത്, അതായത് ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല, ദൈവത്തെ അങ്ങ് വീണ് തങ്ങളെ തന്നെ അങ്ങ് സമർപ്പിച്ച് ഉള്ള ഒരു ആരാധന, യഥാർത്ഥത്തിലുള്ള ഒരു ആരാധനയിൽ ഒരു വീണ് നമസ്കരിക്കുന്ന ഒരു സാഷ്ടാംഗം വീണ് കർത്താവേ ഐ ഫോൾ പ്രോസ്ട്രേറ്റ് ബിഫോർ യു, അവിടുത്തെ മുമ്പാകെ ഞാൻ കുടിയോളം താഴ്ത്തുന്നു എന്ന് പറയുന്ന ഒരു വീണ് നമ്മെ തന്നെ ഒരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന ഒരു ആരാധന. നമ്മുടെ റോമർ 12:1 ആ ഒരു നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്ന പറയുമ്പോൾ എന്താ, ദൈവമുമ്പാകെ നമ്മളങ്ങ് വീണ് കിടക്കുക. അപ്പൊ അങ്ങനെ സ്വർഗീയ ദൂത സൈന്യം ഇവിടെ 24 മൂപ്പന്മാരും 4 ജീവികളും ഒക്കെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. അപ്പം മൂന്നാമത്തെ ഹല്ലേലൂയ നമ്മൾ കണ്ടു. പിന്നെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു കേട്ടു. അത് നമുക്ക് മൊത്തവും മുഴുവനായിട്ട് ചിന്തിക്കാനുള്ള സമയമില്ല. അതിന്റെ ഒരു കുറച്ച് ഭാഗം നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ, ദൈവത്തിന്റെ ഭക്തന്മാരിൽ ചെറിയവരും വലിയവരും ഉണ്ടെന്നുള്ളൊരു കാര്യം. ഇന്ന് ലോകപ്രകാരമുള്ള ഒരു വലിപ്പ ചെറുപ്പമല്ല, ലോകത്തിലെ ഒരു പക്ഷെ വലിയ പ്രതാപമുള്ള ആൾക്കാരൊക്കെ അന്ന് അവിടെ ഏറ്റവും ചെറുതായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട്. ഈ സോഷ്യലിസം കമ്മ്യൂണിസം ഒക്കെ പറയുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. കർത്താവ് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഒന്നും അല്ല, മറിച്ച് കർത്താവ് ആയതുകൊണ്ട് മത്തായി 5-ാം അധ്യായത്തിന്റെ എന്താ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, നമ്മൾ വായിക്കുന്നത് മത്തായി 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തില് കർത്താവിന്റെ ഏറ്റവും വലിയ
കൽപ്പനകൾ പ്രമാണിക്കുന്നതിനെ കുറിച്ച് അല്ല അവിടെ പറയുന്നത്, മറിച്ച് ഏറ്റവും ചെറിയ കൽപ്പനയും പ്രമാണിക്കുകയും അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടും. അതാ മത്തായി 5:19 ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയ കൽപ്പനയല്ലേ, എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ഇത്ര അങ്ങ് വേവലാതിപ്പെടുന്നേ? ഇനോ ഭൂമിയിലുള്ള ആരെയും നിങ്ങളെ പിതാവെന്ന് വിളിക്കരുത്, അതൊക്കെ ചെറിയ കാര്യമല്ലേ? സഹോദരിമാരെ മൂടുപടം അവർ തലമൂടണം, അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ? അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇത്രയൊക്കെ അങ്ങ് പറയാം, അല്ലെങ്കിൽ പാസ്റ്റർ എന്നങ്ങ് വിളിപ്പേര്, അത് വചനത്തിൽ അങ്ങനെ അവരുടെ ശുശ്രൂഷയായിട്ട് പറയുന്നുണ്ടല്ലോ. അവര് സ്ഥാനപ്പേരല്ല, കർത്താവ് ടൈറ്റിൽ ഒന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരാളുടെ ടൈറ്റിൽ വിളിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ലേ? പക്ഷെ അപ്പൊ അങ്ങനെ ചെറിയ കാര്യമായിട്ട് അങ്ങനെ ആ കൽപ്പനകളൊക്കെ അഴിച്ച് മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാവും. പക്ഷെ അവ ആചരിക്കുകയും വെറുതെ പഠിപ്പിച്ചാൽ പോരാ, അത് അങ്ങനെ തന്നെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് സ്വർഗരാജ്യത്ത് വലിയവൻ എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്ത് ഈ ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്ത് വലിയവൻ, ഏറ്റവും വലിയവൻ എന്ന് കർത്താവ് മത്തായി 18:3 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അപ്പം ശിശുവിനെ പോലെ തങ്ങളെ തന്നെ താഴ്ത്തുന്നവർക്കാണ് ഏറ്റവും ചെറിയ കൽപ്പനയും അതുപോലെ ആചരിക്കും പഠിപ്പിക്കാനും പറ്റത്തുള്ളൂ. തങ്ങളെ തന്നെ വലിയ കാര്യം, എനിക്ക് ദൈവത്തെക്കാട്ടി നല്ല ബുദ്ധിയും അറിവും ജ്ഞാനവും ഒക്കെ ലോകപരിചയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ചെറിയ കൽപ്പനയാണ്, ഇതൊക്കെ വലിയ കൽപ്പനയാണ്, അപ്പൊ ഇതൊക്കെ പാലിക്കുക, അതൊക്കെ പാലിക്കണ്ട. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ അതായത് ചിലപ്പോ ഈ ഡോക്ടർ മരുന്ന് കുറിച്ച് 5 മരുന്ന് കുറിച്ച് ചിലർ എന്ത് ചെയ്യും, ഈ മരുന്ന് ഈ മരുന്ന് വേണ്ട, ആ മരുന്ന് കഴിക്കാം, ഈ മരുന്ന് അവര് തന്നെ ചൂസ് ചെയ്യും. ചില ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ചിലപ്പോൾ നമ്മൾ അങ്ങനെ സെലക്റ്റീവായിട്ട് ഫോളോ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാൽ ചിലപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ വേണ്ട മരുന്ന് കഴിക്കാതെ സപ്ലിമെന്റ് മാത്രം കഴിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ച് ചിലപ്പോൾ മരുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ആ മരുന്ന് അങ്ങനെ പിടിച്ചില്ല ഡോക്ടർ, അതുകൊണ്ട് അത് കഴിച്ചില്ല, അല്ലെങ്കിൽ അതിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് പ്രധാനപ്പെട്ട മരുന്ന്, ഇതാണ് പ്രധാനപ്പെട്ട അല്ലാത്ത മരുന്ന്, അപ്പൊ അതുകൊണ്ട് ഇത് കഴിക്കണ്ട, അത് കഴിക്കാം, ഇത് കഴിക്കാം എന്ന് രോഗി തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് ദൈവം തന്ന കൽപ്പനകളാണ്. അപ്പം ഇത് ഏറ്റവും ചെറിയ കൽപ്പനയാണെങ്കിൽ ഏറ്റവും വലിയ ദൈവം തന്ന കൽപ്പനയാവുമ്പോൾ ഈ ചെറിയ കൽപ്പനയും അതും ഏറ്റവും പ്രാധാന്യമുള്ള കൽപ്പന തന്നെയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയവനായ ദൈവം തന്ന കൽപ്പനയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ കൽപ്പനയും അതുപോലെ തന്നെ നമ്മൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സ്വർഗരാജ്യത്തിൽ ഏറ്റവും സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നുള്ള ആ ഒരു വാക്ക്, മെഗാസ് എന്നുള്ളൊരു വാക്ക് അവിടെ കർത്താവ് മത്തായി 5:19 നമ്മൾ വായിക്കുന്നത്. എന്ന് അതിലും വലിയൊരു വാക്കാ മത്തായി 18:3 എല്ലാം വലിയവെന്നുള്ള വാക്കാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഗ്രേറ്റസ്റ്റ് എന്നാണെങ്കിലും മത്തായി 18:3 മെയ്സോൺ എന്നുള്ളൊരു വാക്ക്, ഗ്രേറ്റ് കമ്പാരിറ്റീവ്ലി വീണ്ടും അങ്ങനെ ഒരു വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് രണ്ടും ആ ഗ്രേറ്റസ്റ്റ് എന്ന് തന്നെ അല്ലെങ്കിൽ വലിയവെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ തങ്ങളെ തന്നെ ശിശുവിനെ പോലെ താഴ്ത്തുന്നവർക്ക് കർത്താവിന് ഏറ്റവും ചെറിയ കൽപ്പനയും, അപ്പൊ അത് ചെറിയ കൽപ്പനയും അത് ഏറ്റവും പ്രാധാന്യമുള്ള കൽപ്പനയായിട്ട് കർത്താവ് എല്ലാ കൽപ്പനകളും എനിക്ക് അനുസരിക്കണം, കർത്താവെ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കാണിച്ചു തരണമേ എന്നുള്ളൊരു ഹൃദയമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ആ കുറച്ച് കൽപ്പനകൾ അനുസരിക്കാം, അത് വേണ്ട, ഇത് വേണം, ഇത് പറ്റും, ഇതിന് സൗകര്യമുള്ളപ്പോൾ അനുസരിക്കാം, ഇത് പിന്നെ നമുക്ക് തോന്നുമ്പോൾ അനുസരിക്കാം എന്ന് പറയുന്നവര് അവിടെ ചെറിയവരായിരിക്കും. അതാ നമ്മളിവിടെ വായിച്ച എന്താ വെളിപാട് 19-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവർ. അപ്പൊ അവിടെ വലിപ്പ ചെറുപ്പമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഏറ്റവും പഠിപ്പും പണമൊക്കെ ഉള്ളവര് ലോകത്തില് വലിയവരായിട്ട് കാണുന്നു. എന്നാൽ ദൈവത്തിന്റെ കണ്ണില് ചിലര് ഏറ്റവും വലിയവനായിരിക്കും എന്നുള്ളൊരു കാര്യം ലൂക്കോസ് 1-ാം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പം ഹി വിൽ ബി ഗ്രേറ്റ് ഇൻ ദ ഐസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ അതെ ഗ്രേറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ലൂക്കോസ് 1:15 യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുക. അവിടെ അത് ദൂതന് സെഖര്യാവിനോട് പറയുവാണ് 15-ാമത്തെ വാക്യം, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. മനുഷ്യരുടെ സന്നിധിയിൽ അവന്റെ വേഷവിധാനവും ഭക്ഷണവും ഒക്കെ എല്ലാവരും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തു. അവനെ അവസാനം ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെട്ടു. പാവം ചെറുപ്പക്കാരെന്ന് ചിലർ പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ മനുഷ്യരുടെ കണ്ണിൽ അവർ വലിയതായിട്ടൊന്നും കരുതിയതായിട്ട് കാണത്തില്ല. എന്നാൽ കർത്താവിന്റെ കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനാകും എന്നുള്ള കാര്യം അവിടെ ലൂക്കോസ് 1:15 നമ്മൾ മനുഷ്യരുടെ കണ്ണിലെ വലിയവനാവാൻ നമ്മൾ ഒരിക്കലും നോക്കരുത്. നമ്മള് ദാസനാവാനും ശുശ്രൂഷിക്കാനുമായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് ഏറ്റവും വിലപ്പെട്ടവളായിട്ട് നമ്മൾ കാണപ്പെടുവാനിടയാവണം. അപ്പൊ അവിടെ നമ്മൾ ആ 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മളിപ്പം പറഞ്ഞ് നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി അതാ നമ്മൾ വായിക്കുന്നത് ഓൾ യു ഹിസ് ബോൺ സെർവൻസ് യു ഫിയർ ഹിം ദ സ്മോൾ ആൻഡ് ദ ഗ്രേറ്റ്
ആ, വലിയവരും ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അവനെ വാഴ്ത്തുവിൻ, അവനെ ഗിവ് പ്രൈസ് ടു ഹിം, അവനെ സ്തുതിക്കുവിൻ എന്നുള്ളൊരു കാര്യം. എന്തുകൊണ്ടാണ് സ്തുതിക്കണ്ടേ? ദെൻ ഐ ഹേർഡ് സംതിങ് ലൈക്ക് ദ വോയിസ് ഓഫ് എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്. അപ്പോൾ വലിയൊരു പുരുഷാരത്തിന് ഘോഷം പോലെയും പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ആ ഒരു വലിയൊരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർന്നൊഴുക്കൽ പോലുള്ള വലിയ ശബ്ദം, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. ദ ലോർഡ് ഗോഡ് ദ ഓൾമൈറ്റി, ഓൾമൈറ്റി എന്നുള്ള ആ ഒരു പദം, സർവശക്തിയുള്ള പാന്റാക്രറ്റോർ എന്ന് പറഞ്ഞ പദം 10 തവണയാ പുതിയ നിയമത്തിലുള്ളത്. അത് 9 തവണ അത് വെളിപാട് പുസ്തകത്തില് അത് അതിന്റെ തേർഡ് ലാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഓൾമൈറ്റി എന്നുള്ള പദം ഉപയോഗിക്കും. ഇനി ഒരു രണ്ടിടത്തും കൂടി ഇതിന്റെ 15 ഈ 19 തന്നെ 15ാമത്തെ വാക്യത്തിലും ഗോഡ് ദ ഓൾമൈറ്റി എന്ന് പറയുന്നുണ്ട്. ഇവൻ 21 22 ഓൾമൈറ്റി പാന്റാക്രറ്റോർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതിന് 9 തവണ വെളിപാട് പുസ്തകത്തിലെ കർത്താവിനെ സർവശക്തിയുള്ളവൻ എന്ന് പറയുന്നതിൽ ഒരു തവണയായിട്ട് നമ്മളിവിടെ ഈ ഒരു വാക്യം ഇവിടെ വായിക്കുന്നത്. ഫോർ ദ ലോർഡ് അവർ ഗോഡ് ദ ഓൾമൈറ്റി റെയിൻസ്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തി തന്നെ ഒരുക്കിയിരിക്കുന്നു. അപ്പം ഹല്ലേലൂയ പറയാനുള്ള കാരണം എന്താ? നമ്മളുടെ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് രാജ്യത്ത് ഏറ്റിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്വമാണ് ഇനി ഉള്ളത്. അത് മാത്രവുമില്ല, അവന് കുഞ്ഞാടിന്റെ കല്യാണം ആയി. ഈ കല്യാണത്തിന്റെ ഡേറ്റ് ഇതുവരെ കാത്തിരുന്ന് ഈ കല്യാണം ഞാൻ അടുത്തു, കല്യാണമായി. ഈ കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറയുന്നത് കണക്ക് ഡേറ്റ് വന്നു. അവന്റെ കാന്തിയും തന്നത്തിന് ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ഓരോ തവണ ഹല്ലേലൂയ പറയുമ്പോൾ ഇന്ന് പലരും ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എന്തിനാ വെറുതെ ഹല്ലേലൂയ എന്ന് പറയാൻ തോന്നിയപ്പോ പറഞ്ഞു എന്തിനാ പറയാ. ഇന്ന് നമ്മൾ വചനത്തിൽ ഈ 4 തവണ ഹല്ലേലൂയ പറയുമ്പോൾ ഓരോ തവണ ഹല്ലേലൂയക്ക് ഒരു കാരണമുണ്ട്. അപ്പോ നമ്മള് ദൈവത്തെ സ്തുതിക്കുമ്പോ ആ ഒരു ദൈവമേ, ദൈവം നല്ലവനായതുകൊണ്ട്, കർത്താവ് ആയതുകൊണ്ട്, ആ ഒരു ഹൃദയത്തിൽ നമുക്ക് ദൈവം സന്തോഷം തന്നതുകൊണ്ട് ആ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു സ്തുതി, അത് വെറുതെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നുള്ളൊരു പദപ്രയോഗമല്ല, മറിച്ച് ഒരു തവണ ഹല്ലേലൂയ എന്ന് പറയുമ്പോഴും യഹോവയ്ക്ക് കർത്താവിന് മഹത്വം എന്ന്, കർത്താവിന് സ്തോത്രം എന്ന് പറയുമ്പോഴും അവിടെ ഒരു കാരണം പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോ എന്താ കർത്താവാണ് ഒരുക്കിയതെന്ന് ചോദിച്ചാൽ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ കർത്താവ് നമുക്കൊരു റോളും ഇല്ലാതെ കർത്താവ് ഇങ്ങനെ നമ്മളെ പിടിച്ചു കിട്ടി അങ്ങ് ഒരുക്കിയ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കർത്താവ് ഒരുപോലെ ഒരുക്കണമല്ലോ. ഇവിടെ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു പറയുമ്പോൾ അവളുടെ ആ ഒരു സമർപ്പണം, അതിന് അവിടെ ദൈവവചനം, ദൈവാത്മാവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മൾ വായിക്കുന്നത്. അവള് തന്നെ അതുപോലെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിന് ബ്യൂട്ടീഷ്യനാണ് അവളെ ഒരുക്കിയത്. തന്റെ കാന്തന് തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ദൈവം യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ആണ് നമ്മളെ ഒരുക്കുന്നത്. എന്നാൽ നമ്മള് അതിനായിട്ട് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ കഴുകുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന വാക്യങ്ങളൊക്കെ നമുക്ക് ദിവസമാഴ്ച അടുത്ത ആഴ്ച 3 വാക്യങ്ങൾ നമ്മളിപ്പോ അന്തിമോചന പുസ്തകത്തിൽ വായിച്ച 3 വാക്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ആ കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ. അപ്പം നമ്മളുടെ ഭാഗത്ത് എല്ലാവരും കാന്തയായി തീരുന്നില്ല, തന്നെ ഒരുക്കുന്നവരാണ് കാന്തയായിട്ട് വരുന്നത്. തന്നെ ഒരുക്കുന്ന പറഞ്ഞാൽ അവർ സ്വയത്തിലുള്ള ഒരു ഒരുക്കലല്ല, മറിച്ച് അവിടെ സ്വയജീവനെ ത്യജിച്ചാണ് അവർ ഒരുങ്ങിയത്. അവളെ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് കർത്താവേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവിടുന്ന് തന്നെ ചെയ്യണമേ എന്ന് പറഞ്ഞ് അവളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം പരിശുദ്ധാത്മാവിന് അവളെ കൊണ്ട് ആ നീതി പ്രവൃത്തികളൊക്കെ ചെയ്തു. അവളുടെ ബ്രൈഡൽ ഗാർമെന്റ് ഒക്കെ, അവളുടെ മണവാട്ടി വസ്ത്രമൊക്കെ തുന്നാന് പരിശുദ്ധാത്മാവ് അവൾക്ക് ശക്തി നൽകിയതായിട്ടൊക്കെയാണ് നമ്മൾ അതിന്റെ 8ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാൻ, നമ്മെ തന്നെ മുമ്പാകെ ശുദ്ധീകരിക്കുവാൻ, നിർമ്മലീകരിക്കുവാൻ ദൈവവും നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാമല്ലോ. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ. എത്രത്തോളം കർത്താവ് അവിടുത്തെ വചനത്തിൽ എത്ര സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങളെ അവിടെ എഴുതി വെച്ചിരിക്കുന്നവർക്ക് ഇളങ്ങി സ്തുതിക്കുന്നു. കർത്താവെ, ആ വചനത്തെ ധ്യാനിക്കുവാനും അതിലുള്ള മർമ്മങ്ങളെ കാണുവാനും ഒക്കെ ഞങ്ങളുടെ കണ്ണുകളെ അവിടെ നിന്ന് തുറന്നുകൊണ്ടിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാടിന്റെ കല്യാണം ഇനി വന്നിരിക്കുന്നുവല്ലോ കർത്താവെ. ഡേറ്റ് ഏറ്റവും അടുത്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ എത്രയധികം കർത്താവെ ആ ഒരു ആത്മാവിലുള്ള വലിയ തിടുക്കത്തോടെ അങ്ങേക്കായിട്ട് ഞങ്ങളുടെ ആത്മമണവാളിനെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. യേശുവേ, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അലസ്യവും വിട്ട്, ഞങ്ങളുടെ എല്ലാ അലസതയും മടിയൊക്കെ വിട്ട് കർത്താവെ ഞങ്ങളെ
അങ്ങയെ കാണുവാനുള്ള വലിയ വെമ്പലോടെ, വലിയ ആകാംക്ഷയോടെ, എനിക്കായിട്ട് മുറിവേറ്റ ആ പൊന്മുഖത്തെ എനിക്ക് മുത്തണം, എനിക്കായിട്ട് ചെഞ്ചുവര ചിന്തിയ ആ കൈകള്, ആ തിരുമേനി, കർത്താവെ എനിക്കായിട്ട് മുൾകിരീടം വഹിച്ച കർത്താവെ അവിടുത്തെ ശിരസ്, കർത്താവെ എനിക്കായിട്ട് കുത്തി തുറന്ന ആ വിലാവ്, കർത്താവെ അങ്ങയെ കാണുവാനുള്ള ആ വലിയൊരു ആഗ്രഹത്തോടെ, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ആ പ്രാണനായകനെ കാണുവാനുള്ള, ജീവന്റെ നായകനെ കാണുവാനുള്ള വലിയൊരു ആവേശവും പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തില് കർത്താവെ അവിടുന്ന് രണ്ടാമത് വന്ന് ഞങ്ങളെ ചേർക്കുമ്പോൾ അന്ന് അവിടുത്തെ മുമ്പാകെ ലജിച്ചു പോകാൻ ഇടവരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് കാരണമായേക്കാവുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുക ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. കർത്താവെ ഞങ്ങൾ ആരും കാന്തയായിട്ടെന്ന് എടുക്കപ്പെടുന്നതിൽ നിന്ന് മാറി കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരെന്നുള്ള കാറ്റഗറിയിലിട്ട് തള്ളപ്പെടുവാൻ ആരും ഇടയാകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഉള്ള വിളിച്ചതിനൊത്തവണ്ണം പരിപൂർണമായിട്ടും അവിടുത്തേക്കായിട്ട് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഇവിടുത്തെ ആത്മാവിനാൽ നിറച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി യേശുവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിന് വലിയേറിയ മാതിരിയുള്ള നാമത്തിൽ. ആമേൻ.